എല്ലാവർക്കും നമസ്കാരം. ശുഭാപ്തി വിശ്വാസത്തോടും ശുഭചിന്തകളോടും കൂടിയുള്ള നല്ലൊരു സായൻകാലം നിങ്ങൾക്ക് എല്ലാവർക്കും നേരുകയാണ്. അതുപോലെ നല്ലൊരു ദിവസം യൂട്യൂബ് വീഡിയോ കാണുന്ന എല്ലാവർക്കും നേരുകയാണ്. പറയാൻ വാക്കുകൾ പലപ്പോഴും മതിയാവാറില്ല എന്നുള്ളത്. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, ജീവിതം പലപ്പോഴും നമ്മൾ വിചാരിക്കും ഒരു സമയത്ത് നമ്മൾ വിചാരിക്കും നമ്മുടെ ജീവിതം എന്താ ഇങ്ങനെയെന്ന്. അത് കഴിഞ്ഞ് ജീവിതം നല്ല സന്തോഷപ്രദമായി മാറുമ്പോൾ നമ്മൾ വീണ്ടും ആശ്ചര്യത്തോടെ ചോദിക്കും, ജീവിതം എന്താ ഇങ്ങനെ? രണ്ടും ചോദ്യം ഒന്നാണ്, പക്ഷെ രണ്ടിന്റെയും ഫീലിങ്സ് വ്യത്യാസമായിരിക്കും, രണ്ടിന്റെ ഇമോഷൻ വ്യത്യാസമായിരിക്കും. ആ ഒരു അവസ്ഥയിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത്. ആദ്യമൊക്കെ ഞാൻ ഈ യാത്രയിൽ പോകുമ്പോൾ എന്താ എന്റെ ജീവിതം ഇങ്ങനെ, എന്താ ഒന്നും ഒന്നും എവിടെയും ശരിയാവുന്നില്ലല്ലോ എന്ന് ആലോചിച്ച് പറഞ്ഞ് നടന്ന്, പിന്നെ അതിൽ നിന്നും ഒരു പോസ് ചെയ്ത് മാറ്റത്തിന്റെ വഴിയിലൂടെ കടന്നുപോയി. അതിനുവേണ്ടി കുറേ സാഹചര്യങ്ങൾ ചെയ്തു, കുറേ വർക്കുകൾ ചെയ്തു, പുസ്തകങ്ങളിലൊക്കെ കയറി ഇറങ്ങി, എല്ലാ പ്രക്രിയകളിലൊക്കെ കടന്നു പോകുമ്പോഴും നമ്മൾ ആലോചിച്ചത് എന്തേ ഒന്നും മാറാത്തത്, എന്താ ഒരു മാറ്റം ഉണ്ടാവാത്തതെന്ന് നിങ്ങൾ നിരന്തരം ആഗ്രഹിച്ചു ആലോചിച്ച് നടന്നു കഴിഞ്ഞിട്ട് ഒരു സുപ്രഭാതത്തിൽ നമ്മൾ മറ്റൊരു ലോകത്തേക്ക് എടുത്തറിയപ്പെടും. ആ ലോകത്തിൽ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് തന്നെ അറിയില്ല എന്താണ് ഈ സംഭവിക്കുന്നത്. അങ്ങനെ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ പഴയ ചോദ്യം വീണ്ടും പുതിയ രൂപത്തിൽ ചോദിക്കും, എന്താ ഈ സംഭവിക്കുന്നത്, അല്ലെങ്കിൽ എന്താ ഈ ജീവിതം എന്നുള്ള അവസ്ഥയിലേക്ക് കടന്നു പോകും. അപ്പോൾ നമ്മൾ ജീവിതത്തിൽ എപ്പോഴും ചോദ്യം ചിലപ്പോ ഒരുപോലെ ആയിരിക്കാം, പക്ഷെ അതിന്റെ ഉത്തരം, അതിന്റെ ആ ചോദ്യത്തിന്റെ ഇമോഷൻ, അതിന്റെ വികാരം ഭയങ്കര വ്യത്യസ്തമായിരിക്കും. ഇപ്പൊ യഥാർത്ഥത്തിൽ നമുക്ക് ചോദ്യങ്ങളല്ല മാറേണ്ടത്, അതിന്റെ ഉത്തരത്തിലെ വികാരങ്ങളാണ് മാറേണ്ടത്. ഈ വികാരം മാറുമ്പോൾ മാത്രമാണ് ജീവിതത്തിൽ സന്തോഷം എന്താണെന്നും ആനന്ദം എന്താണെന്നും അല്ലെങ്കിൽ ആത്മീയത എന്താണെന്നും ഒക്കെ നമ്മൾ മനസ്സിലാക്കുന്നത്, അല്ലെ അനുഭവിക്കുന്നത്. ഈ അനുഭവമാണ് യഥാർത്ഥ ജീവിത വിജയമെന്ന്. എന്ത് നേടിയിട്ടും അനുഭവിക്കാൻ യോഗമില്ലെങ്കിൽ അതിലൊന്നും അർത്ഥമില്ല. അതിൽ പകരം ഒന്നും നേടിയില്ല എങ്കിലും അനുഭവിക്കാൻ നമുക്ക് സാധിച്ചാൽ അതായിരിക്കണം ഏറ്റവും വലിയ വിജയം. ഇന്ന് പറയാൻ പോകുന്നത് പ്രധാനപ്പെട്ട അതേ വിഷയം തന്നെയാണ്. എല്ലാവരും പണത്തിന്റെ പുറകെയാണ്. പണം അത്യാവശ്യമാണ്, ഒരു സംശയമില്ല. സമ്പത്ത് ഈസ് വെരി ഇമ്പോർട്ടന്റ് ഇൻ ലൈഫ്. ഇറ്റ്സ് എ ഫസ്റ്റ് പില്ലേഴ്സ്, അല്ലെങ്കിൽ സെൻട്രൽ പില്ലർ ഓഫ് അവർ ലൈഫ്. നമ്മളെല്ലാം പറയുന്നുണ്ട്, നമുക്ക് എപ്പോഴും അറിയുന്ന 5 പില്ലേഴ്സിനെ പറ്റിയാണ് നമ്മൾ പറയാറുള്ളത്. ജീവിതം പൂർണ്ണമായി പോകണം, 5 പില്ലറുകൾ ആവശ്യമാണ്. ആരോഗ്യം, സമ്പത്ത്, ആത്മീയത, വിനോദം, ബന്ധങ്ങൾ എന്ന് പറയുന്ന 5 പില്ലേഴ്സിനെ പറ്റി പറഞ്ഞു. അപ്പോ സാധാരണയായിട്ടുള്ള ഒരു ചോദ്യം, ഇതിലേതാണ് ഒന്നാമത്തത്, ഇതിലേതാണ് രണ്ടാമത്തത്, ഇതിലേതാണ് മൂന്നാമത്തത്, ഇതിലേതാണ് നാലാമത്തത്, അഞ്ചാമത്തെ ഏതാന്ന് ചോദിക്കില്ല. കാരണം എല്ലാ കട്ടിലിനും പഞ്ചപാണ്ഡവന്മാരെ പോലെ തമാശ പറഞ്ഞാണ്, പഞ്ചപാണ്ഡവന്മാർക്ക് 5 കാലാണ് അല്ലെ. അപ്പൊ ഈ ഒരു കാല്, ഈ സമ്പത്ത് എവിടെയാണ് കിടക്കണേ? അതാണ് സെൻട്രൽ പോയിന്റ്. ഈ സമ്പത്തില്ലാതെ നമുക്കൊന്നും സാധ്യമാവില്ല എന്നുള്ള യാഥാർത്ഥ്യം ഉൾക്കൊള്ളുമ്പോൾ, സമ്പത്ത് ഉണ്ടാവണമെങ്കിൽ മറ്റ് എന്തൊക്കെ ഉണ്ടാവണം എന്നതാണ്. അതായത് ഒരു കട്ടിലിന്റെ കാലിൽ 4 കാല്, ആരോഗ്യവും ബന്ധങ്ങളും ആത്മീയതയും വിനോദവും ഉണ്ടെങ്കിൽ നടുക്ക് കാല് സമ്പത്താന്ന് പറഞ്ഞു. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഈ 4 കാലിൽ ഏതെങ്കിലും ഒന്ന് ഒടിഞ്ഞാൽ ഈ സെൻട്രലിലുള്ള കാല് കൊണ്ട് നടക്കുവോ? പിന്നെ ആ കട്ടിൽ നിലനിൽക്കുവോ? ഇതാണ് ഇന്നത്തെ സബ്ജക്റ്റ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കിന്ന് സംസാരിക്കാം, കുറച്ച് തിരിച്ചറിവുകൾ നടത്താം. അപ്പോൾ ഗുഡ് ന്യൂസ് പറയാനുള്ള 1-2 ആൾക്കാർ നേരത്തെ പറഞ്ഞിരുന്നു. അവർ ജസ്റ്റ് ഒന്ന് അൺമ്യൂട്ട് ചെയ്തോ, ഒരു 5 മിനിറ്റ്സ് അതൊന്ന് പറഞ്ഞു കേട്ടിട്ട് പോകാം. താങ്ക് യു. ശാന്തി രാജഗോപാൽ പറഞ്ഞു. ഞാനന്ന് പറഞ്ഞില്ലേ സർ, എന്റെ കൈകാലുകൾ ആരോഗ്യത്തോടെ നിൽക്കുന്നതിന് നന്ദി പറയുന്നു എന്നുള്ള വാക്ക്. അപ്പൊ അന്ന് കുറെ നടക്കാൻ പറ്റിയിരുന്നു. പിന്നെ 1 മാസത്തെ ചികിത്സയും കൂടി ഉണ്ടായിരുന്നു. ഇപ്പൊ നന്നായി നടക്കുന്നു. 10 വർഷം മുമ്പേ തുടങ്ങിയ മുട്ടുവേദനയായിരുന്നു. 2 കാലും ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞിരുന്നു. പിന്നെ അത് പറ്റില്ല എന്ന് പറഞ്ഞ് ആയുർവേദം കുറെ സമയം ആക്കി, ഒരുപാട് പൈസയും പോയി. അവസാനം ഞാൻ ഹോമിയോയിൽ പോയി കുറച്ച് ചികിത്സ ചെയ്തതാണ്. കംപ്ലീറ്റ് മാറി സാർ. ഇപ്പൊ നന്നായി നടക്കുന്നുണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. നിങ്ങളെപ്പോലുള്ള ഈ വിഷയങ്ങൾ ശരിക്കും മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ ഉടനടി ഇതിന് വളരെ ലളിതമായ ചില പരിഹാരങ്ങൾ പറയുന്നു. എല്ലാവർക്കും എളുപ്പത്തിൽ മുട്ടുവേദനയും കാലുവേദനയും കൈവേദനയും മാറ്റാവുന്ന ലളിതമായ കാര്യങ്ങൾ.
എന്താ താങ്ക് യു ചെയ്യുന്നത്? സർ, താങ്ക് യു. എന്താ ചെയ്യുന്നത് ഇപ്പൊ? ഞാൻ വീട്ടിൽ ഇരിക്കുന്നു. അല്ലല്ല, ചെറിയ ഇത് രണ്ട് മാറാൻ പേർ ഇത് മാറാനായിട്ട് എന്താ ചെയ്തത്? അവിടെ പോയി മസാജ് ചെയ്യിപ്പിച്ചു. പിന്നെ ഫിസിയോതെറാപ്പി, പിന്നെ ആക്യുപങ്ചർ, ഇതൊക്കെ 1 മാസത്തെ ട്രീറ്റ്മെന്റ് ഉണ്ടായിരുന്നു. ഇപ്പൊ നന്നായിട്ട് നടക്കുന്നു. ഓക്കെ, ശരി ശരി, വെരി ഗുഡ് വെരി ഗുഡ് ഓപ്പറേഷൻ വേണമെന്നാ പറഞ്ഞത് ആദ്യം, 2 മുട്ടും. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. നിങ്ങൾ പൂർണ്ണമായ താങ്ക് യു സർ. ആരോഗ്യവതിയാണ്. നിങ്ങൾ പൂർണ്ണമായ താങ്ക് യു സർ. ആരോഗ്യവതിയാണ്. ഞാൻ പൂർണ്ണമായ ആരോഗ്യവതിയാണെന്ന് നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് കൊടുക്കണം. ആരോഗ്യത തന്നെ സർ. താങ്ക് യു ശരി. സർ. മറ്റാർക്കെങ്കിലും എന്തും പറയാനുണ്ടോ? ഇല്ലല്ലോ. ഓക്കെ, ശരി, ക്ലാസ്സിലേക്ക് കിടക്കാം. ഓക്കെ, നമ്മൾ ഇന്ന് പറഞ്ഞു വന്നത്, നമ്മൾ മനസ്സിലെ ഒറ്റ ചോദ്യമാണ്. ഇതിന് ഉത്തരം നിങ്ങൾ പറയുക. ആദ്യം നമ്മൾ ക്ലാസ്സിലേക്ക് തയ്യാറാകുമ്പോൾ എന്തോ ഒരു സാധനം എടുത്ത് കഴിക്കണ്ടേ? മറന്നുപോയ എല്ലാവരും ക്യാപ്സൂൾ? ഞാൻ മറന്നുപോയി, നിങ്ങൾ മറന്നുപോയ? പോരട്ടെ പോരട്ടെ പോരട്ടെ. നിങ്ങൾ വിജയനും രാജനും കൂടി അവിടെ ഇരുന്നിട്ട് ക്യാപ്സൂൾ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്താൽ നടക്കൂല. ഇവിടെ വരണം വിജയൻ. നിങ്ങൾ 2 ഭാര്യ ഭർത്താക്കന്മാർ കൂടിയിട്ട് അവിടെ ഇങ്ങനെ സന്തോഷം ഷെയർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അല്ലേ, ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും അതുപോലെ എല്ലാവർക്കും ഇരിക്കാൻ പറ്റട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടിയാണ്. ദ ബെസ്റ്റ് കപ്പിൾ ഞാൻ ഇവിടെ കാണുന്ന ഏറ്റവും നല്ലൊരു ഹാപ്പി ഫാമിലി. താങ്ക് യു വെരി മച്ച്. ഓക്കെ, പോരട്ടെ പോരട്ടെ പോരട്ടെ. ഹാപ്പി ആൻഡടി, ഹാപ്പി ആൻഡടി, ഹാപ്പി ആൻഡടി. ഇന്നലെയാണ് ഇന്നത്തെ യൂട്യൂബിൽ ആരോ കമന്റ് ചെയ്തു, സാർ ഇന്നത്തെ സെഷനിൽ ഹാപ്പി ആൻഡ് റെഡി പറഞ്ഞില്ലല്ലോ, എന്നാലും ഞാനിത് ടൈപ്പ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്തിട്ട്. അപ്പൊ ഞാൻ പറയാൻ മറന്നാലും ആൾക്കാർ പറയുന്നത് സന്തോഷമാണ്. കാരണം അത്രയും ഇതാണ് അല്ലേ. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. അപ്പോ ഒരു ചോദ്യം, ഉത്തരം നിങ്ങൾ പറയണം. ഒറ്റ ചോദ്യത്തിൽ ആത്മാർത്ഥമായ ഉത്തരം നിങ്ങൾ പറയണം. പണം ജീവിതത്തിലേക്ക് വരാൻ നിങ്ങൾക്ക് ആരോഗ്യം വേണമോ വേണ്ടയോ? പണം ജീവിതത്തിൽ ഉണ്ടാവാൻ ആരോഗ്യം വേണമോ വേണ്ടയോ? യെസ് ഓർ നോ? യെസ് യെസ്, എല്ലാവരും യെസ് പറയണം. വേണ്ടാന്ന് ഒരാളെങ്കിലും പറയാമോ? എന്നാ ഞാൻ രക്ഷപ്പെട്ടു, എന്നാൽ മാത്രമേ ഈ ക്ലാസ് എടുത്ത കാര്യമുള്ളൂ. വേണമല്ലോ, എല്ലാവർക്കും വേണമല്ലോ. ഈ 250 ആൾക്കാർക്കും വേണമല്ലോ. വേണമല്ലോ. എന്നാൽ നമുക്കിവിടെ ക്ലാസ് അവസാനിപ്പിക്കാം. കാരണം പിന്നെന്താ പഠിപ്പിക്കാൻ നിങ്ങൾക്ക് എല്ലാവരും അറിയാമല്ലോ. എന്നാ പിന്നെ ഗുഡ് ബൈ. നാളെ കാണാം, അടുത്ത ക്ലാസ് കാണാം കേട്ടോ. ഓക്കെ, പറ്റുമോ? അങ്ങനെ സാറ് ക്ലാസ് വെച്ചിട്ട് പോകില്ലല്ലോ അല്ലേ. സന്തോഷം. ഇതിൽ വേറൊരു കാര്യമുണ്ട്. ഇത് മനസ്സിലാക്കിയവരായതുകൊണ്ടാണ് നിങ്ങൾ ഈ ക്ലാസ്സിൽ വന്ന് ഇവിടെ ഇരിക്കുന്നത്, അല്ലേ നിങ്ങൾ ഇരിക്കില്ലേ? ഓക്കെ, ശരി. അപ്പോ ജീവിതത്തിൽ പണം അല്ലെങ്കിൽ സമ്പത്ത് ഉണ്ടാവണമെങ്കിൽ ആരോഗ്യം നിർബന്ധമാണ് എന്ന് പറയുമ്പോൾ മറ്റൊരു രൂപത്തിൽ തിരിച്ചു പറഞ്ഞാലോ? ഇതൊരു നാണയത്തിന് 2 വശങ്ങളാണെങ്കിൽ ആ നാണയത്തെ തിരിച്ചു വെച്ചാലോ? ആരോഗ്യമുണ്ടായാൽ മാത്രമേ പണം ഉണ്ടാവുള്ളൂ എന്നും കൂടി അർത്ഥമല്ലേ അതിന്? അങ്ങനെ അർത്ഥം ഉണ്ടാവുമല്ലോ. ഇത് ശരിയാണ്. പണം വരാൻ ആരോഗ്യം വേണം. അപ്പോൾ പണം വരണമെങ്കിൽ ആരോഗ്യം വേണം. രണ്ടും സെയിം അല്ലേ? എഗ്രി ആണെങ്കിൽ എഗ്രി പറഞ്ഞോളൂ. എന്നാൽ മാത്രമേ നമുക്ക് സംസാരിച്ചിട്ട് കാര്യമുള്ളൂ. എഗ്രി ആണെങ്കിൽ ഇന്ന് കുറച്ച് ചോദ്യങ്ങളുടെ ദിവസമാണ്. അടുത്ത ചോദ്യം ഞാനിങ്ങനെ തുടങ്ങുമ്പോൾ കുറെ ചോദ്യങ്ങൾ എന്നിൽ വന്നു പോകും. എഗ്രി ആണോ AK സാറേ? എഗ്രി ചെയ്യോ ഒരു സാധനം? ആണല്ലേ. രഞ്ജിത്തിനെ കാണാനില്ല, വെറും ഗാർഡൻ മാത്രം കാണിച്ചത് ഞാൻ കൊതിപ്പിക്കുകയാണ്. അവിടെ നാട്ടിൽ നല്ല വീട്ടിന് ഗാർഡന്റെ ഫോട്ടോ എടുത്ത വിഷൻ ബോർഡിൽ ഒട്ടിച്ചു വെച്ച ആളാ. അതിനെയാണ് കാണിക്കുന്നത്. രഞ്ജിത്തിനെ കാണാനില്ല. ആ ഗാർഡൻ കണ്ടിട്ട് ഞാൻ എന്ത് ചെയ്യാൻ? ആ ഗാർഡനിൽ കാണുമ്പോൾ എനിക്ക് അവിടെ ഇരുന്ന് മെഡിറ്റേറ്റ് ചെയ്യാൻ തോന്നുന്നു. അത്രയും നല്ല ഇതാണ്. നോക്കൂ, അപ്പോ ശരി, അത് രണ്ടും നിങ്ങൾ എഗ്രി ചെയ്തു. അപ്പൊ നിങ്ങൾ പണം ഉണ്ടാക്കാനായിട്ട് പ്രവർത്തിക്കാറുണ്ടോ? പണം ഉണ്ടാക്കാനായിട്ട് നിങ്ങൾ പണിയെടുക്കാറുണ്ടോ? യെസ് അല്ലെ? പണം ഉണ്ടാക്കാനായിട്ട് പ്രവർത്തിക്കാറുണ്ടല്ലോ. യെസ്, എല്ലാവരും പ്രവർത്തിക്കാറുണ്ട്. ഇല്ല എന്ന് പറയും. എല്ലാവരും ചെയ്യുന്നവരിൽ പറഞ്ഞ് പണം ഉണ്ടാക്കാൻ ഞാൻ പ്രവർത്തിക്കുന്നു. യെസ് യെസ്. ഇല്ലെങ്കിൽ നോ. പ്രവർത്തിക്കുന്നില്ലെങ്കിൽ നോ പറഞ്ഞു. പണം ഉണ്ടാക്കാനായിട്ട് ഞാൻ ഒന്നും ചെയ്യുന്നില്ല. നോ. പണം ഉണ്ടാക്കാനായിട്ട് പ്രവർത്തിക്കുന്നു. ഇതെല്ലാം ഞാൻ നിങ്ങൾക്ക് ഇവിടെ ഇരിക്കുന്നവർക്ക് വേണ്ടി മാത്രമല്ല, യൂട്യൂബ് കാണുന്നവരോട് എല്ലാവരുടെ ഒരു ചോദ്യമാണ്. നിങ്ങൾ പണം ഉണ്ടാക്കാനായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. നേരത്തെ ആദ്യം പറഞ്ഞ ചോദ്യം, പണം വരണമെങ്കിൽ ആരോഗ്യം വേണം. അപ്പൊ ആരോഗ്യം ഉണ്ടായാൽ പണം ഉണ്ടാവും. രണ്ടെണ്ണം അഗ്രി ചെയ്തു.
മൂന്നാമത്തെ, പണം ഉണ്ടാക്കാനായിട്ട് നിങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. ശരിയല്ലേ? ഇനി അടുത്ത ചോദ്യം. ചോദ്യങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തേ ഉള്ളൂ. നാലാമത്തെ ചോദ്യം, ആരോഗ്യം ഉണ്ടാവാനായിട്ട് നിങ്ങൾ പ്രവർത്തിക്കാറുണ്ടോ? കുറച്ചേ ഉത്തരം ഉണ്ടാവും അല്ലേ? ആ ഉത്തരം പറഞ്ഞത് വളരെ കുറവായി. ഈ 250 ആൾക്കാരിൽ മാക്സിമം പറഞ്ഞു കഴിഞ്ഞാൽ 25 30 ആൾക്കാർ പറയും. ഇപ്പൊ പറയും, മോർണിംഗ് മിറാക്കിൾ തുടങ്ങി, ലൈഫ് സക്സസ് തുടങ്ങി, അവിടെ എഴുതി വെക്കാൻ പറഞ്ഞു, അവിടെ പറഞ്ഞു രാവിലെ എക്സസൈസ് ചെയ്തോ, യെസ് ടിക്ക് ചെയ്യൂ, എന്നിട്ട് ഫോട്ടോ എടുത്തിടണം, ഇട്ടില്ലെങ്കിൽ സാറ് കണ്ടുപിടിക്കും എന്ന് പറഞ്ഞതിന് ശേഷം 4-5 ദിവസമായിട്ട് എക്സസൈസ് ചെയ്യുന്ന കുറെ മഹാവിരുദ്ധികൾ ഇവിടെ ഉണ്ട് അല്ലെ? ബിരുദന്മാരും വിരുദ്ധികളും ഉണ്ട് അല്ലെ? ഞാൻ പറഞ്ഞില്ലേ, ഈ എസിന്റെ രണ്ടാമത്തെ എസിന്റെ എണ്ണം വളരെ കുറവായിരിക്കും. യെസ്, ഇപ്പോൾ ഉണ്ട്. അതിന്റെ മാറ്റമുണ്ടല്ലോ, അതിന് സ്വാഭാവിക മാറ്റമുണ്ടാകും. അപ്പൊ ഇതാണ് പോയിന്റ്. 4 ക്വസ്റ്റ്യനിലൂടെ നിങ്ങൾക്ക് മനസ്സിലായി പണവും ആരോഗ്യവും തമ്മിൽ അത്ഭുതകരമായ ഒരു ബന്ധം. ഇത് അംഗീകരിക്കാത്തിടത്തോളം കാലം നമുക്ക് പണം ഉണ്ടാക്കാൻ സാധിക്കില്ല, പണം നമ്മളിൽ ഉണ്ടാവാൻ സാധ്യമില്ല. കാരണം ഇത് ഞാൻ സിംപ്ലിഫൈ ആയിട്ടുള്ള രൂപത്തിൽ പറയാം. നമ്മുടെ മാനിഫെസ്റ്റേഷൻ നിയമമോ ലോ ഓഫ് അട്രാക്ഷൻ നിയമങ്ങളോ ഒന്നും ഉപയോഗിക്കാത്ത എളുപ്പത്തിൽ പറയാം. മനസ്സിന് സന്തോഷവും സമാധാനവും ഉണ്ടായാൽ ആരോഗ്യം ഉണ്ടാവില്ല. മനസ്സിനും സന്തോഷവും സമാധാനവും മാത്രം ഉണ്ടായാൽ ആരോഗ്യം ഉണ്ടാവില്ല. ഇതൊക്കെ ഉട്ടോപ്യൻ നിയമങ്ങൾ മാത്രമാണ്. അതൊരു പാട്ട് മാത്രമാണ്. ശരീരത്തിന് ആരോഗ്യം ഉണ്ടാവണമെങ്കിൽ അതിന്റെ കോശങ്ങൾക്ക്, അതിലെ സെൽസുകൾക്ക് റിജുവിനേഷൻ ആക്ഷൻ കൊടുത്തേ പറ്റുള്ളൂ. അല്ലാതെ ശരീരത്തിൽ ആരോഗ്യം ഉണ്ടാക്കാൻ പറ്റില്ല. മനസ്സിന് സന്തോഷവും സമാധാനവും ഉണ്ടായാൽ മാനസിക ആരോഗ്യം ഉണ്ടാവും, ശാരീരിക ആരോഗ്യം ഉണ്ടാവില്ല. ശാരീരിക ആരോഗ്യം ഉണ്ടാവണമെങ്കിൽ ശരീരത്തിന് നീക്കുപോക്കുകൾ നടത്തണം. ജോയിന്റ് പെയിനുകൾ ഒഴിവാകണമെങ്കിൽ നീർക്കെട്ടുകൾ ഒഴിവാക്കണം. ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള സാധനങ്ങൾ ഒഴിവാക്കണം. ഇൻഫ്ലമേറ്ററി ഇല്ലാതിരിക്കണം. അങ്ങനെ സോ ഓൺ. നമ്മളെ ശരീരത്തെ പറ്റി ഒരുപാട് കാര്യമുണ്ട്. അപ്പോൾ ഇത് വളരെ കൃത്യമായി മനസ്സിലാക്കിയാൽ ആരോഗ്യമില്ലാതെ സമ്പത്ത് എത്ര ഉണ്ടെങ്കിലും അതിൽ ഒരർത്ഥവും ഉണ്ടാവില്ല എന്ന് പറയാനുള്ള പ്രധാന കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും നിത്യജീവിതത്തിൽ അറിയുന്നതാണ്. മിനിയാന്ന് ഒരാൾ ക്ലാസ്സിൽ പറഞ്ഞല്ലോ, നമ്മുടെ ക്ലാസ്സിൽ വന്നു പറഞ്ഞൊരു സത്യം ഉണ്ടല്ലോ, ഹാർട്ട് അറ്റാക്ക് വന്നു, അല്ലെങ്കിൽ ബ്ലോക്ക് ഉണ്ടെന്ന് പറഞ്ഞു, ആന്റിബയോട്ടിക് പോകാൻ പറഞ്ഞു, പ്രാർത്ഥിച്ചു, എല്ലാവരും പ്രാർത്ഥിച്ചു, ഓപ്പറേഷൻ ഒന്നും ഇല്ലാതെ രക്ഷപ്പെടണമെന്ന് പ്രാർത്ഥിച്ചു. എല്ലാം കഴിഞ്ഞു തിരിച്ചു വന്നിട്ട് എക്സസൈസ് ചെയ്യാവോ എന്ന് ചോദിച്ചാൽ അതിന് സമയമില്ല സാറേ എന്ന് നമ്മൾ ഇവിടെ കേട്ടതാണ് അല്ലെ? അതിന് അവർക്ക് സമയമില്ല എന്ന്. എക്സസൈസിന്റെ ഇമ്പോർട്ടൻറ്റിനെ പറ്റി അറിയാത്തതുകൊണ്ടല്ല, ആരോഗ്യത്തിന്റെ അവസ്ഥ അറിഞ്ഞിട്ടും എക്സസൈസിന്റെ ആരോഗ്യം ഉണ്ടെങ്കിൽ എക്സസൈസിന്റെ ഇമ്പോർട്ടൻസ് അറിയാത്തതുകൊണ്ടാണ്. നോക്കൂ, ശരീരം നമ്മൾ പറയുന്നു പഞ്ചഭൂതങ്ങളാൽ നിർമ്മിത, അല്ലെങ്കിൽ വെറും ഇറച്ചി മജ്ജയും മാംസവും മാത്രമുള്ള രക്തയോട്ടമുള്ള ഈ ശരീരത്തിൽ രക്തം സുഗമമായി ഒഴുകിയാൽ, അല്ലെങ്കിൽ ഓരോ കോശങ്ങളും നശിക്കുകയും പുനർജീവിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ശരീരത്തിൽ ഒരു ജനനം ഉണ്ടാവണമെങ്കിൽ അതിന് എന്ത് വേണം? അതിന് കൃത്യമായി വായുവും വെള്ളവും ലഭിച്ചാൽ മാത്രമേ ഒരു ജീവൻ അവിടെ ഉണ്ടാവുകയുള്ളൂ എന്നറിയാം. അപ്പോൾ നമ്മുടെ സെല്ലുകൾക്ക് കൃത്യമായിട്ടുള്ള ലവണങ്ങൾ ലഭിച്ചില്ലെങ്കിൽ അത് മരിച്ച അവിടെ മരണം സംഭവിക്കുമോ ജനനം സംഭവിക്കുമോ? സ്വാഭാവികമായി മരണം സംഭവിക്കും അല്ലെ? മരണം സംഭവിച്ച സെല്ലുകൾ എന്ത് സംഭവിക്കും? അവിടെ പലതരത്തിലുള്ള വ്യാധികളും ഉണ്ടാകും എന്നുള്ള വളരെ കൃത്യമായിട്ടുള്ള ഉത്തരം നമുക്ക് കാണാം. ഇത് ഹോർമോൺ പ്രൊഡക്ഷനെ ബാധിക്കും, നമ്മുടെ ശരീരത്തിന്റെ വ്യതിചലനങ്ങളെ സഹായിക്കും, മുട്ടിലെ നമ്മുടെ മസിൽസിന്റെ സ്റ്റിഫ്നെസ്സിന് ബാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ എല്ലും ഇറച്ചിയും തമ്മിലുള്ള, നമ്മുടെ മജ്ജയും മാംസവും തമ്മിലുള്ള ബന്ധത്തെ ബാധിക്കും. അങ്ങനെ സോ ഓൺ. there are so many things to tell about. അപ്പോൾ യഥാർത്ഥത്തിൽ സമ്പത്ത് എന്ന് പറയുന്നത് ആരോഗ്യമാണ് എന്ന് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ, സമ്പത്ത് ഉണ്ടാക്കണമെങ്കിൽ ആരോഗ്യം ഉണ്ടായേ പറ്റുള്ളൂ എന്ന് അംഗീകരിക്കണം. ഏറ്റവും കൂടുതൽ ലോകത്ത് പണക്കാരായവരെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പൊ ഇന്നത്തെ മോഡേൺ രീതിയിൽ നിങ്ങൾ നോക്കുക, എല്ലാവരും വലിയ ഇപ്പൊ സമ്പന്നരായ എല്ലാവർക്കും നിത്യമായിട്ടുള്ള എക്സസൈസിന്റെ ചട്ടം തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ദിവസവും ഇത്ര മണിക്കൂർ എക്സസൈസ് നിർബന്ധമാണ്. ഇല്ലെങ്കിൽ അവരെ ബോഡി ഗാർഡ്സ് അവരെ കൊണ്ട് എക്സസൈസ് ചെയ്യിപ്പിക്കും. അത്രയും നിർബന്ധമുള്ള കാര്യമാണ്. മുഖ്യമന്ത്രി ആയിക്കോട്ടെ, പ്രധാനമന്ത്രി ആയിക്കോട്ടെ, മറ്റു ആരെക്കോട്ടെ എത്ര തിരക്കുണ്ടോ അത്രയൊന്നും തിരക്ക് നമുക്കില്ലല്ലോ അല്ലെ? അവർക്കുള്ളത്ര റെസ്പോൺസിബിലിറ്റി ഇല്ല. പക്ഷെ അവര് 1 മണിക്കൂർ 1-2 മണിക്കൂർ നിത്യജീവിതത്തിൽ
എക്സസൈസോ യോഗയോ മെഡിറ്റേഷനോ പ്രാക്ടീസ് ചെയ്യുന്നവരാണ്. അവരെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്ന സിസ്റ്റം ഉണ്ട്, ചെയ്തേ പറ്റുള്ളൂ. അല്ലെങ്കിൽ അവർ ആരോഗ്യം നിൽക്കത്തില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? മറ്റൊരു കാര്യം ഞാൻ എളുപ്പത്തിൽ പറയാം. ഒരാൾ അധികാരത്തിലിരിക്കുമ്പോൾ, എളുപ്പത്തിൽ പറയുന്നത് മനസ്സിലാക്കുന്നത്, ഒരാൾ അധികാരത്തിലിരിക്കുമ്പോൾ അയാൾക്ക് പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നും വല്ലാണ്ട് ബാധിക്കാറില്ല. അയാൾ എപ്പോഴും ഊർജ്ജസ്വലായി നടക്കുന്ന കാണാം. അയാൾക്ക് അധികാരം നഷ്ടപ്പെട്ട പിറ്റേ ദിവസം മുതൽ അയാൾ രോഗശയ്യയിൽ പോയി കിടക്കുന്നതും കണ്ടിട്ടുണ്ടോ? എങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളത്? അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ വലിയ സ്ഥാനത്തിരിക്കുന്ന ഒരു ബിസിനസ്സുകാരനൊക്കെ ആയി നല്ല എപ്പോഴും എനർജറ്റിക് ആയി നടക്കുന്ന ആൾ ബിസിനസ് ഒന്ന് പാളിയാൽ, ബിസിനസ്സിൽ ഒരു പാളിച്ച പറ്റിയാൽ പിന്നെ നേരെ പോയി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയും അല്ലെങ്കിൽ ബെഡ് റിഡൻ ആവുന്ന കഥ കണ്ടിട്ടുണ്ടോ? എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്? വൈ ഇറ്റ് ഈസ്? ഇതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇത് നമ്മുടെ എനർജിയുടെ കളിയാണ്. അവിടെ നിൽക്കുമ്പോൾ ഉണ്ടാവുന്ന ആ എനർജിയിലാണ് അവരെ ശരീരത്തിന്റെ നിൽക്കുന്നത്. അത് യഥാർത്ഥത്തിലുള്ള എനർജി, ആ അധികാരവുമാണ്. നമ്മളിൽ അതുണ്ടോ? ഇല്ലെങ്കിൽ അത് ഉണ്ടാക്കാനുള്ള, അപ്പൊ ശരീരത്തെ നിലനിർത്താനുള്ള പ്രതിജ്ഞ അല്ലെങ്കിൽ അതിന്റെ റെസ്പോൺസിബിലിറ്റി നമുക്ക് തന്നെയാണ് എന്നറിയാം. അതുപോലെ തന്നെ അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, കഴിക്കുന്ന ഭക്ഷണങ്ങൾ എല്ലാം കൃത്യമായ ചിട്ടവട്ടങ്ങളിലൂടെ ആ സ്ഥാനത്തിരിക്കുന്നവർ പോകും. കാരണം അത് അയാൾ അല്ല എന്ന് പറഞ്ഞാലും ചുറ്റുവട്ടം അതിനെ സാഹചര്യം. മുഖ്യമന്ത്രിക്ക് തോന്നിയത് കഴിക്കാൻ പറ്റുമോ? അവിടെ അതിന് കൃത്യമായ മെനു പ്ലാൻ ഉണ്ടാവും. ആ പ്ലാൻ അനുസരിച്ച് മാത്രമേ പോകാൻ പറ്റൂ. ഗവർണർക്ക് പറ്റുമോ? രാഷ്ട്രീയ നേതാവിന് പറ്റുമോ? അത് അവര് ആ സ്ഥാനത്ത് നിലനിർത്താൻ അത്യാവശ്യമാണെങ്കിൽ ഡോക്ടർമാർ അതിനുള്ള എല്ലാ നടപടിയും സ്വീകരിക്കും. പക്ഷെ സാധാരണക്കാരനെ സംബന്ധിച്ച് ഇത് ആര് ചെയ്യും? അവനവൻ തന്നെ ചെയ്യണം. ശരീരത്തിന്റെ ആരോഗ്യം മനസ്സിന്റെ സമാധാനമാണ് എന്നതാണ് നേരത്തെ പറഞ്ഞതിന്റെ യഥാർത്ഥ അർത്ഥം. ശരീരത്തിന്റെ ആരോഗ്യം എന്നാണ് മനസ്സിന്റെ സമാധാനം. നമ്മൾ ചിന്തിക്കുന്നത് നേരെ തിരിച്ചാണ്. മനസ്സിന് എങ്ങനെയും സമാധാനം ഉണ്ടായത്. മനസ്സിന് സമാധാനത്തിന് വേണ്ടി നമ്മൾ ഓരോ കാര്യങ്ങളെ പിറകെ പോകും. കാശുണ്ടാക്കാൻ പോവും, കാശ് കടം കൊടുക്കാൻ പോകും, ലോൺ എടുക്കാൻ പോകും, ഒക്കെ പോകുന്നത് മനസ്സിന് എങ്ങനെയെങ്കിലും സമാധാനം ഉണ്ടാക്കാനായിട്ട്. പക്ഷെ അപ്പോഴേക്കും ശരീരത്തിന്റെ സമാധാനം പോവും. ഈ കിട്ടിയ കാശെല്ലാം ഇങ്ങോട്ട് പോകും. അവസാനം രണ്ടിന്റെയും സമാധാനം പോകുന്ന അവസ്ഥയിലേക്ക് വരും. അപ്പൊ മനസ്സിന്റെ സമാധാനമാണ് ധനസമൃദ്ധിക്ക് വഴിയൊരുക്കുന്നത് എന്ന് മനസ്സിലാക്കണം. രണ്ട് വരി ശരിക്കും മനസ്സിലാക്കണം. ശരീരത്തിന്റെ ആരോഗ്യം മനസ്സിന്റെ സമാധാനമാണ്. എഴുതി വെച്ചോളൂ. ശരീരത്തിന്റെ ആരോഗ്യം മനസ്സിന്റെ സമാധാനമാണ്. മനസ്സിന്റെ സമാധാനം ധനസമൃദ്ധിക്ക് വഴിയൊരുക്കുന്നു. അപ്പോൾ ആദ്യത്തേതില്ലെങ്കിൽ അവസാനത്തെ ഭാഗത്തിന് യാതൊരു സാധ്യതയുമില്ല, അല്ലെ? ആദ്യത്തെ പറഞ്ഞ ശരീരത്തിന്റെ ആരോഗ്യം മനസ്സിന്റെ സമാധാനം ഉണ്ടാക്കുന്നു. മനസ്സിന്റെ സമാധാനം ധനസമൃദ്ധിക്ക് വഴിയൊരുക്കുന്നു. അപ്പോൾ ധനസമൃദ്ധി ഉണ്ടാവണമെങ്കിൽ എന്തുണ്ടാവണം? ആദ്യം പറഞ്ഞ കാര്യം ഉണ്ടാവും, ശരീരത്തിന്റെ ആരോഗ്യം ഉണ്ടാവും. ഇത് എത്രത്തോളം റിലവന്റ് ആണ് നിങ്ങളെ സംബന്ധിച്ച്? നമ്മൾ ജേണി ടു ഹാപ്പിനെസ്സിൽ വളരെ ഫണ്ടമെന്റൽ ആയിട്ട് പഠിക്കുന്ന കാര്യമാണ് ആരോഗ്യം എന്നതിനെ പറ്റിയിട്ട്. കൃത്യമായ വിശകലനത്തോടെ നമ്മൾ മനസ്സിലാക്കി പോകേണ്ടതാണ് ആരോഗ്യം എന്ന് പറയുന്നത്. ആരോഗ്യം എന്ന് പറയുന്നതിൽ പറഞ്ഞിരിക്കുന്ന അതേ ഭാഗം ഒന്ന് ഞാൻ വായിച്ച് കേൾപ്പിച്ചു തരാം നിങ്ങൾക്ക്. ആരോഗ്യം എന്ന് പറയുന്നത് പൂർണ്ണമായ ശാരീരിക, മാനസിക, സാമൂഹിക ക്ഷേമത്തിന്റെ അവസ്ഥയാണ്. അല്ലാതെ കേവലം രോഗമോ വൈകല്യമോ ഇല്ലാത്ത അവസ്ഥയല്ല. അപ്പോൾ പൂർണ്ണ ആരോഗ്യം എന്ന് പറയുന്നത്, പൂർണ്ണ ആരോഗ്യം ഉണ്ടാവുന്ന വെച്ചാൽ ഒരു അസുഖങ്ങളും ഉണ്ടാകില്ല എന്നതല്ല. ആ അവസ്ഥയ്ക്ക് അപ്പുറത്തേക്ക്, ഇപ്പൊ നേരത്തെ പറഞ്ഞ ആ അസുഖങ്ങളെ മനസ്സിലാക്കുകയും അതിനെ നമുക്ക് അതിന് കൃത്യമായി നമുക്ക് മനസ്സിലാക്കിക്കൊണ്ട് ഉൾക്കൊണ്ടുകൊണ്ട് അതിന്റെ പ്രതിവിധികൾ കണ്ടെത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റുന്ന അവസ്ഥയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം വെച്ചാൽ നമ്മുടെ ശരീരം വെറും മജ്ജയും മാംസവുമാണ്. ഈ മജ്ജയും മാംസവും അല്ലെങ്കിൽ കോശങ്ങളാൽ നിർമ്മിതമാണ്. ഈ കോശത്തിന് പ്രത്യേകതയുണ്ട്. ഇത് ദിനംതോറും മരിച്ചുകൊണ്ടിരിക്കുകയും ജനിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന സാധനമാണ്. അല്ലെങ്കിൽ നമ്മൾ പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമാകുമ്പോൾ പുറത്തെ ക്ലൈമറ്റുകൾ ചേഞ്ചസ് കൊണ്ടും നമ്മുടെ ശരീരത്തിന്റെ താപനിലയിൽ മാറ്റം ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ക്രമത്തിനനുസരിച്ചും നമ്മുടെ ശരീരത്തിൽ പല രീതിയിലുള്ള അസ്വസ്ഥതകൾ ഉണ്ടാവണം. കാരണം അത് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് അങ്ങനെയുള്ളതാണ്. നമ്മൾ ശ്വാസം അകത്തോട്ട് ഫുള്ളായിട്ട് എടുക്കുമ്പോൾ ഓക്സിജൻ നമുക്ക് ആവശ്യമാണ്. പക്ഷെ ഓക്സിജന്റെ അളവ് ആ സാഹചര്യം, ആ സിറ്റുവേഷനിൽ കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലേക്ക് ചെല്ലുന്ന ഓക്സിജന്റെ അളവ് കുറയുകയും ശരീര പ്രവർത്തനങ്ങൾ ചെറിയ താളപ്പിഴകൾ സംഭവിക്കുകയും ചെയ്യും. ഇത് സ്വാഭാവികം. പക്ഷെ അതിനെ മനസ്സിലാക്കിക്കൊണ്ട് ഇന്ന അവസ്ഥയിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത്, അതുകൊണ്ട് ഞാൻ ഇതിൽ നിന്ന് മാറി വരണം എന്ന ബോധത്തോടു കൂടി എന്തെങ്കിലും രീതിയിലുള്ള മറ്റ് ഇൻഫ്ലുവൻസ്, ഇപ്പോ
ആ ജലദോഷം മഴക്കാലമാകുമ്പോൾ എല്ലാവർക്കും ജലദോഷം ഉണ്ടാവും, കോമൺ ആയിട്ടുള്ള വിഷയമാണ്. അപ്പൊ ജലദോഷം ആക്ച്വലി ഒരു അസുഖമാണോ? പുറമേയുള്ള ക്ലൈമറ്റും അകമേയുള്ള ക്ലൈമറ്റും തമ്മിൽ മാച്ച് ആവാതിരിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു വിഷയം മാത്രമാണെന്ന് അംഗീകരിച്ചാൽ ജലദോഷമുള്ളവർ നേരെ ഹോസ്പിറ്റലിൽ പോകുമോ? ഹോസ്പിറ്റലിൽ പോയിട്ട് ആന്റിബയോട്ടിക് കഴിക്കേണ്ട ആവശ്യം വരുമോ ജലദോഷത്തിന്? ഇത് അംഗീകരിച്ചാൽ മാത്രം പോരെ? അത് എല്ലാവർക്കും ഉണ്ടാവാറില്ലേ? എന്നിട്ട് നമ്മൾ എന്തിനാണ് ഓടുന്നത് എന്ന് വെച്ചാൽ നമുക്ക് പേടി വരുന്നു. ജലദോഷം വന്നിട്ട് എങ്ങാനും ഞാൻ മരിച്ചു പോയാൽ. ലോകത്ത് ഇന്നേ വരെ ജലദോഷം വന്നിട്ട് ആരെങ്കിലും മരിച്ചിട്ടുണ്ടോ? എവിടെയും കേട്ടിട്ടുണ്ടോ? എന്നിട്ടും നമ്മൾ പോകുന്നില്ലേ ഹോസ്പിറ്റലിലേക്ക്? അപ്പൊ ആരോഗ്യം നിലനിർത്താൻ നമ്മൾ അത്രത്തോളം ശ്രദ്ധിക്കുന്നു. അപ്പോൾ അതേപോലെ ജലദോഷം വരികയും പനി വരികയും ഒക്കെ ചെയ്യുമ്പോഴും അതിനെ പരിപാലിക്കാൻ ചെയ്യും. അതില്ലാത്ത അവസ്ഥയിലേക്ക് നമ്മുടെ ഇമ്മ്യൂണിറ്റി പവറിനെ, നമ്മുടെ ശാരീരിക ഇമ്മ്യൂണിറ്റി പവറിനെ കൂട്ടാൻ സാധിച്ചു കഴിഞ്ഞാൽ ഇത്തരം ചെറിയ ചെറിയ വിഷയങ്ങളിലൊക്കെ പുറത്തു കടക്കാൻ പറ്റില്ലേ? ഒരാൾക്ക് കിഡ്നി ഫെയിലിയർ സംഭവിച്ചു എന്ന് കരുതിക്കോ. എന്തുകൊണ്ടായിരിക്കും അയാൾക്ക് കിഡ്നി ഫെയിലിയർ സംഭവിക്കുന്നത്? കാരണം ദർ ആർ മെനി റീസൺ, ബട്ട് മോസ്റ്റ് ഓഫ് ദം എന്താണ്? അശ്രദ്ധപരമായ ജീവിതമല്ലേ അതിനുത്തരം? ആ അശ്രദ്ധപരമായ ജീവിതത്തെ മാറ്റി ശ്രദ്ധയോടുകൂടിയാണ് അയാൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതെങ്കിൽ അതിന് സാധ്യത കുറവല്ലേ? കുറവാണ്. ഇല്ല എന്നും തീരെ ഒഴിവാക്കാമെന്ന് ഉള്ള കണ്ടീഷൻ പറയുന്നില്ല. അതേപോലെ ഹൃദ്രോഗം അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്നതിന് പ്രധാന കാരണം എന്താണ്? ഡോക്ടർമാർ പറയുന്ന പ്രധാന കാരണം എന്താണ്? എക്സസൈസ് ഇല്ലായ്മ, അല്ലെങ്കിൽ കൃത്യമായ രക്തപ്രവാഹം നടക്കാത്തത് കൊണ്ടാണ്, ബ്ലോക്കേജുകൾ ഉണ്ടാവുന്നത് കൊണ്ടാണ് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവുന്നതെന്നാണ് ഏറ്റവും കൂടുതലായിട്ട് പറയുന്നത്. അല്ലെ? അതാണ് കൃത്യമായി എക്സസൈസ് ചെയ്യുന്ന ആൾക്ക് അതിന് സാധ്യത കുറവല്ലേ? അല്ലെങ്കിൽ ശരീരം പൂർണ്ണമായിട്ടും എനർജൈസ് ആയി നിൽക്കാൻ സാധിക്കില്ലേ? സാധിക്കും. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് മറ്റൊരു കാര്യം നമ്മൾ ഇപ്പോൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം, കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ സന്ധ്യ തന്നെ പറഞ്ഞൊരു കാര്യം, മെഡിറ്റേഷൻ നമ്മൾ എല്ലാ പ്രാവശ്യം പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ആദ്യം മെഡിറ്റേഷൻ ചെയ്യാൻ വന്നപ്പോൾ സാറ് എനിക്ക് ശ്വാസം കിട്ടുന്നേ ഇല്ല, ഇത് എന്താണ് സംഭവിക്കുന്നത്, എനിക്ക് വലിക്കാൻ പറ്റുന്നില്ല. സാറ് വലിക്കാൻ പറഞ്ഞു, ഇത് വലിക്കാൻ പറ്റുന്നില്ല, എനിക്ക് കുറച്ച് വലിക്കുമ്പോൾ നിന്ന് പോകുന്നു, കിട്ടുന്നില്ല എന്ന് പറഞ്ഞ ആൾക്കാർ ഇപ്പൊ ഒരു മാസത്തെ പ്രാക്ടീസ് കൊണ്ട് കൃത്യമായ പ്രാണായാമയിലേക്ക് പോകുന്നു, ശരീരം എനർജൈസ് ആകുന്നു, എനിക്ക് കച്ചവടം കൂടുതൽ കിട്ടുന്നു, ആൾക്കാർ എന്നിൽ വരുന്നു എന്ന് ഇന്നലെയാണ് നമ്മുടെ ക്ലാസ്സിൽ പറഞ്ഞത്. ഇതെങ്ങനെ സംഭവിക്കുന്നു? ശ്വാസോച്ഛ്വാസം കൃത്യമായ രീതിയിൽ വരുമ്പോൾ ശരീരം ആരോഗ്യത്തേക്ക് വരുന്നു. ഈ ആരോഗ്യമല്ലേ നമുക്ക് ആവശ്യം? നമ്മൾ കൃത്യമായ ആരോഗ്യത്തോടെ നിൽക്കുന്ന അവസ്ഥയല്ലേ നമുക്ക് ആവശ്യം? ഈ ആവശ്യം ഉണ്ടാവണമെങ്കിൽ നമ്മൾ ബോധപൂർവമായുള്ള ചില ദിനചര്യകളിലൂടെ കടന്നു പോകണം. മുട്ടുകാല് വേദനിക്കുന്നോ? എന്തുകൊണ്ട് മുട്ടുകാല് വേദനിക്കുന്നു ശ്രദ്ധിച്ചിട്ടുണ്ടോ? മുട്ടിന് വേണ്ടുന്ന എക്സസൈസ് കിട്ടാത്തത് കൊണ്ട് മാത്രമാണ് മുട്ടുകാല് വേദനിക്കുന്നത്. അവിടെയുള്ള വേറെ കുറെ റീസൺസ് ഉണ്ട്. ഏറ്റവും കൂടുതലായിട്ടുള്ളത് മുട്ടിലെ പേശികളുടെ ചലനം ശരിയായ രീതിയിൽ നടക്കാതിരിക്കുമ്പോൾ അവിടെ നീർക്കെട്ടുണ്ടാകുന്നു, ഇൻഫ്ലമേറ്ററി ആകുന്നു. ആ നീർക്കെട്ട് കൃത്യമായി ചലിപ്പിച്ചു കഴിഞ്ഞാൽ അത് പൂർണ്ണമായി മാറ്റാൻ പറ്റും. സ്വാഭാവികം. എങ്ങനെയാണ് പലർക്കും മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് കാലിന് വേദന പോയി എന്നൊക്കെ പറഞ്ഞത്? ഒന്നുമില്ല, നമ്മൾ ഇരിക്കാനും ആ സാഹചര്യത്തിൽ മാറ്റം വന്നു ഇരുന്നുമ്പോൾ മനസ്സുകൊണ്ട് ഇതില്ല എന്ന് തീരുമാനിക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായി അസുഖം മാറുന്നു. അല്ലാതെ വേറൊന്നും മിറാക്കിൾ സംഭവിക്കുന്നത് തന്നെയല്ലേ അത്ഭുതം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ശരീരത്തിന്റെ ആരോഗ്യം വളരെ പ്രധാനമാണ്. ശരീര ആരോഗ്യത്തിന് ഏറ്റവും ലളിതമായ മാർഗം എന്ന് പറയുന്നത് ഏറ്റവും ലളിതമായ എക്സസൈസും ഫുഡും തന്നെയാണ്. ഭക്ഷണക്രമവും ഫുഡ് എക്സസൈസിലൂടെ മാത്രമേ ഇതിന് പ്രതിവിധി കണ്ടെത്താൻ പറ്റുള്ളൂ. മറ്റൊരു പ്രതിവിധിയും നമുക്ക് നിർദ്ദേശിക്കാൻ പറ്റില്ല. അതുകൊണ്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ് എക്സസൈസ് എന്ന് പറയുന്നത്, യോഗ, മെഡിറ്റേഷൻ എന്ന് പറയുന്നത് വളരെ പ്രധാനമുള്ള കാര്യമാണ്. ഹാപ്പിനെസ് മാസ്റ്ററി ഇന്നു മുതൽ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ എല്ലാവരും നിത്യവും ഒരു ഏതെങ്കിലും രീതിയിലുള്ള ഒരു എക്സസൈസ്, അത് യോഗ ആവട്ടെ, സുംബ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഡാൻസ് ആയിക്കോട്ടെ, സ്വിമ്മിങ് ആയിക്കോട്ടെ, നടത്തമായിക്കോട്ടെ, എന്തെങ്കിലും രീതിയിലുള്ള എക്സസൈസ് തുടങ്ങേണ്ട. എനിക്ക് പണ്ട് മുതൽ എനിക്ക് ഉണ്ടായിരുന്നു കാലിൽ മുട്ടിൽ വേദന ഉണ്ടായിരുന്നു. ഞാനത് കുറേ മരുന്ന് കുറേ കാലം മുട്ടിന് താഴെയുള്ള കാലിൽ മുഴുവനുള്ള ഒരു വേദന വളരെ ചെറുപ്പം മുതലേ ഉള്ളതാണ്. എന്താ അസുഖം എന്നൊന്നും എനിക്കിപ്പോഴും കണ്ടെത്താൻ പറ്റിയിട്ടില്ല. ഞാനത് കുറേ മെഡിക്കൽ കോളേജുകളിലൊക്കെ കയറി ഇറങ്ങി. 10ാം ക്ലാസ്സിൽ ഡിഗ്രി ഒക്കെ പഠിക്കുന്ന സമയത്തുള്ള കാര്യമാണ്. അപ്പോഴേ ഉള്ള ആർക്കും ഇതെന്ത് അസുഖമാണെന്ന് കണ്ടെത്താൻ പറ്റില്ല, ഒരു മെഡിക്കലും കണ്ടെത്താൻ പറ്റില്ല. പക്ഷെ എനിക്ക് കാലെപ്പോഴും തരിപ്പാണ്, ഇപ്പോഴും ഉണ്ട് കേട്ടോ. തരിപ്പാണ് വിഷയമാണ്. എനിക്ക് ചെറുപ്പം മുതലുള്ളതെന്നും പറഞ്ഞു. ഞാൻ കുറേ മരുന്ന് എടുത്തു നോക്കി, ഒരു രക്ഷയില്ല. അവസാനം എന്നോട് മെഡിക്കൽ കോളേജിൽ KMC കസ്തൂർബ മെഡിക്കൽ കോളേജ് മണിപ്പാലിൽ പോയപ്പോൾ അവിടെ ഡോക്ടർ എന്നോട് പറഞ്ഞു, ഞാനൊരു എക്സസൈസ് നിർദ്ദേശിക്കാൻ നീ ചെയ്യാവോ എന്ന് ചോദിച്ചു. അങ്ങനെ അവർ നേരെ യോഗ ക്ലാസ്സിലേക്ക് പറഞ്ഞു വിട്ടു. യോഗയുടെ ഒരു 10 ആസനാസ് എനിക്ക് പറഞ്ഞു തന്നു. അന്ന് പഠിച്ചത്, ഞാൻ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന സമയത്താണ് പഠിച്ചത്.
ആ എക്സസൈസ് ചെയ്യുമ്പോൾ എനിക്ക് ഈ വിഷയം കംപ്ലീറ്റ് ആയിട്ട് മാറിപ്പോകും. ഒരു വിഷയമില്ല. ആ മുഖ്യ എഴുതാൻ ഇതൊരു 10 ദിവസം ഞാൻ നിർത്തി കഴിഞ്ഞാൽ അപ്പൊ വീണ്ടും തുടങ്ങും. ഇത് ഉള്ളൊരു വിഷയമാണ്. അതങ്ങനെ പലരും നമ്മുടെ ശരീരത്തിൽ പല രീതിയിലും ഉണ്ടാകാം. ഞാനിപ്പോൾ അതിനനുസരിച്ച് വളരെ കോൺഷ്യസ് ആയിട്ടാണ് ഞാൻ എപ്പോഴും നിൽക്കുന്നത്. ഇപ്പൊ എനിക്ക് അങ്ങനെ ഒരു സംഭവമേ ഇല്ല. പക്ഷെ 10 ദിവസമൊക്കെ റെസ്റ്റ്ലെസ് ആയിട്ട് ടെൻഷൻ അടിച്ച് വർക്കുകളൊക്കെ ചെയ്യുമ്പോൾ വീണ്ടും വരും. ഇത് ശരീരത്തിന്റെ മനസ്സിന്റെ ഒക്കെ ഒരു ഘടകമാണ് എന്നുള്ള യാഥാർത്ഥ്യമാണ്. അപ്പോൾ അത് നമ്മൾ കൃത്യമായി പാലിച്ചു കൊണ്ടുപോകണം. ഇത് നമ്മൾ എക്സസൈസ് ഇപ്പൊ നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞ പോലെ ഒരാൾ മറ്റാൾ ശാന്തി പറഞ്ഞ പോലെ അക്യുപഞ്ചർ ചെയ്തു, എന്റെ കാലിലെ വേദന പോയി, അല്ലെങ്കിൽ ഫിസിയോതെറാപ്പി ചെയ്തു, കാലിലെ വേദന പോയി. പക്ഷെ അതൊന്നും നിത്യമായ ഒരു സൊല്യൂഷൻ അല്ല. അത് വീണ്ടും തിരിച്ചു വരും. പക്ഷെ ഇതേ ഫിസിയോതെറാപ്പി ചെയ്ത എക്സസൈസ് നമ്മൾ തന്നെ ചെയ്താലോ? നമുക്ക് ചെയ്യാവുന്നതല്ലേ? അവർ കാണിച്ചു തന്ന സ്റ്റെപ്പ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ? എത്ര പേർക്ക് അത് നിത്യജീവിതത്തിൽ ചെയ്യാൻ സാധിക്കുന്നു? ഇതാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടത്. ഇത് മാറ്റത്തിലൂടെ മാത്രമാണ് നമുക്ക് സമ്പത്തിനെ പറ്റി. മറ്റൊരു കാര്യം പ്രധാനമായിട്ടും പറഞ്ഞു, ഇപ്പോ നമ്മുടെ ഞാൻ പറഞ്ഞു മസിൽസ് ആണ്. മസിൽസിന് എപ്പോഴും നീർക്കെട്ടുകളും മറ്റു കാര്യങ്ങളും ഉണ്ടാവും. സ്വാഭാവികമായ പ്രക്രിയയാണ്. ഈ വരുന്ന സമയത്ത് നമ്മളെല്ലാം എന്റെ കൈ വേദനിക്കുന്നു, നേരെ പോകുന്ന എവിടേക്കാ? ഹോസ്പിറ്റലിൽ പോകും. എന്നിട്ട് എന്താ കഴിക്കുന്നത്? പെയിൻ കില്ലർ വാങ്ങി കഴിക്കും, അല്ലെ? ഡോക്ടർ നിർദ്ദേശിക്കുന്ന ഏറ്റവും എളുപ്പമായ മാർഗ്ഗം വേദന ഉണ്ടാവും, എന്നാ പെയിൻ കില്ലർ കഴിച്ചാൽ. ഇന്ന് പെയിൻ കില്ലർ പറയില്ല, തരുന്ന സാധനം പെയിൻ കില്ലറാണ്. വേദന പോയി. നീർക്കെട്ട് പോകുന്നുണ്ടോ? നീർക്കെട്ടിന് മരുന്ന് കൂടെ ഉണ്ടാവും എന്ന് ചെക്ക് ചെയ്യണേ. യഥാർത്ഥത്തിൽ നമുക്ക് നീർക്കെട്ട് ഒഴിവാക്കിയല്ലേ വേണ്ടത്? അപ്പൊ വേദന ഒഴിയില്ലേ? ഇവിടെയാണ് ഈ ആയുർവേദിക് മെഡിസിന്റെ ഏറ്റവും പ്രാധാന്യം ഇരിക്കുന്നത്. ആയുർവേദിക് മെഡിസിൻ പോയി എടുത്തു കഴിഞ്ഞാൽ നേരെ പോയി വേദന കുറക്കാനുള്ള മരുന്ന് അവർ തരില്ല, അവര് നീർക്കെട്ടുള്ള മരുന്ന് തരും. നിങ്ങൾ അതേ സമയത്ത് അതിനെ അതിന് പറ്റിയ ആയുർവേദിക് ബാമുകളും മറ്റും സാധനങ്ങളും എടുത്ത് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് വേദന ഒഴിവാകും. അവിടുന്ന് ഈ അകത്ത് കഴിക്കുന്ന മരുന്നിന് പകരം പുറത്ത് പരട്ടിയാലും വേദന പോവില്ലേ? പക്ഷെ നമ്മൾ ചെയ്യില്ല. എന്തുകൊണ്ടാണെന്നറിയോ? അപ്പൊ നമുക്കൊരു സ്മെല്ല് വരും. വേദനയുടെ മരുന്ന് വരുത്തുമ്പോൾ, പെയിൻ കില്ലറുകൾ നമ്മൾ പുറത്ത് അപ്ലൈ ചെയ്യുമ്പോൾ ഒരു സ്മെല്ല് വരുമ്പോൾ നമുക്ക് ഇഷ്ടമല്ല. പക്ഷെ യഥാർത്ഥത്തിൽ നമ്മുടെ ശരീരത്തിൽ മാറ്റം ഉണ്ടാക്കേണ്ടത് ആ സെൽസുകളിൽ പുറത്ത് നടക്കുന്ന ഈ നീർക്കെട്ടുകളെയല്ലേ? ആണ്. അത്തരം കാര്യങ്ങളെ പറ്റിയിട്ട് ഞാൻ ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്നതുകൊണ്ടാണ്, ഞാൻ വെറുതെ പറഞ്ഞല്ല. ഞാൻ ഇങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തെടുക്കുന്ന ഒരു ഇതാണ്. ഞാൻ അകത്തിപ്പോ കഴിഞ്ഞ എനിക്ക് തോന്നുന്ന ഒരു 4-5 വർഷമായിട്ടും ഒരു മരുന്നും ഞാൻ അകത്ത് കഴിക്കാറില്ല. ഒരു മരുന്നും കഴിക്കാറില്ല. ഇടക്കൊന്നും ഈ ത്രോട്ട് ഇൻഫെക്ഷൻ വന്നിട്ട് ആന്റിബയോട്ടിക് കഴിച്ചിട്ടുണ്ട്. അത് ഈ വോയിസ് സ്ട്രെയിൻ ചെയ്യേണ്ട അവസ്ഥ വരുന്നതുകൊണ്ട് മാത്രമാണ്. വോയിസ് ഫുൾ ത്രോട്ട് കൺജക്ഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് അത്രയും സമയം എടുക്കാനില്ല. ത്രോട്ട് കൺജക്ഷൻ വന്നു കഴിഞ്ഞാൽ ആയുർവേദിക്കിലേക്ക് പോയിട്ട് നമുക്ക് അത്രയും സമയം എടുത്തു കഴിഞ്ഞാൽ ക്ലാസ്സുകളും ഓഫീസിൽ ജോലിയും ബാധിക്കുമെന്നത് കൊണ്ട് ആന്റിബയോട്ടിക് കഴിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം കഴിച്ചിട്ടുണ്ട്. ഇപ്പൊ ഞാൻ നിത്യവും ഉപയോഗിക്കുന്ന ചില സാധനങ്ങളാണ് ഈ പെയിൻ കില്ലർ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കാലില് നീർക്കെട്ടുണ്ടാവുന്നത് കൊണ്ട് മസിൽസിന്റെ വെയിൻ ഉണ്ടാവാറുണ്ടെന്ന്. അപ്പൊ ഞാൻ ആഴ്ചയിലോ എപ്പോഴൊക്കെ ആയിട്ട് ഈ ശരീരത്തിന് ബാമുകൾ, നമുക്ക് ലിക്വിഡ്, ഞാൻ അടുത്ത കാലത്ത് എനിക്ക് നാട്ടിൽ വന്നപ്പോൾ കിട്ടിയ ഒരു ബാമാണ് ഈ സാധനം. ഇത് കുറെ ബാമുകളുടെ ഇടയിൽ ഞാൻ ഉപയോഗിച്ച് എനിക്ക് ഏറ്റവും സ്മെല്ലും വളരെ കുറവാണ്, പെട്ടെന്ന് റിസൾട്ട് കിട്ടിയ ഒരു ബാമാണ് ലിക്വിഡ് ബാം. സ്പ്രേ ആണിത്. എനിക്ക് എവിടെയും കണ്ടിട്ടില്ല സ്പ്രേയിൽ. ഇങ്ങനെ സ്പ്രേ ചെയ്ത് നമ്മുടെ മറ്റേ സ്പ്രേ അല്ല, നിങ്ങൾ പെയിൻ കില്ലർ വാങ്ങിക്കുന്ന പോലെയല്ല, ഇത് വെറും എണ്ണയാണ്, ശരിക്കും എണ്ണയാണ്, സ്പ്രേ ചെയ്യുന്ന എണ്ണയാണ്. ഇത് ഉപയോഗിച്ച് ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് നല്ല റിലീഫ് കിട്ടാറുണ്ട്. ഇന്നും ഞാൻ ഉപയോഗിച്ചു. ഇത് ഡോക്ടർ മുകുന്ദ് എന്ന് പറയുന്ന നമ്മുടെ ക്ലാസ്സിൽ തന്നെയുള്ള ഒരാളുടെ പ്രൊഡക്റ്റാണ്. കുറേ പ്രൊഡക്ട്സ് ഉണ്ട്. ഇതിപ്പോ എല്ലാ ഭാഗത്തുമുള്ള നീർക്കെട്ടുകളും അല്ലെങ്കിൽ സ്വെല്ലിങ്ങുകൾ, ബോഡി പെയിനുകൾ ഒക്കെ മാറ്റുന്ന വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ബാമാണ്. ഞാൻ എന്തിനാ ഈ പറഞ്ഞു വെച്ചാൽ, ഇപ്പൊ തണുപ്പ് കാലം, നമ്മുടെ തണുപ്പ് മഴയൊക്കെ ആകുമ്പോൾ സ്വാഭാവികമായിട്ട് നീർക്കെട്ടുകളും ഒക്കെ ഉണ്ടാവും ആൾക്കാർക്ക്. അതുപോലെ നമുക്ക് മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ജലദോഷവും പനിയും ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ അതേ ശ്വാസോച്ഛ്വാസത്തിൽ വല്ല ബ്ലോക്കേജുകൾ ഉണ്ടാവും. നമുക്ക് കൃത്യമായി ബ്രീത്ത് ഔട്ട് എടുക്കാൻ പറ്റില്ല. പലരും കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ് നടക്കുന്നത് ചെയ്യുന്നില്ല. അപ്പോഴാണ് ഞാൻ ചെയ്യുന്നത്. ഇടക്ക് ജലദോഷം ഇപ്പൊ വരാറില്ല, എന്നാലും നമ്മൾ അഡ്മിനൊക്കെ ഉപയോഗിക്കുന്ന സാധനമാണ് നാട്ടിലുള്ളവർ, ഈ റോൾ ഓൺ ഇൻഹെയിലർ എന്ന് പറയുന്ന സാധനം. റോൾ ഓൺ ഇൻഹെയിലർ എന്ന് പറഞ്ഞാൽ ഞാൻ കാണിച്ചറിയ സാധനം ഓപ്പൺ ആക്കി പ്ലീസ്.
ഒരു ചെറിയ സാധനം, കൈ കൊണ്ടു കിടക്കാവുന്ന സാധനമാണ്. എപ്പോഴാണോ നമുക്ക് ഇതിങ്ങനെയാണ്, എപ്പോഴാണോ നമുക്ക് ബ്ലോക്കേജ് വരുന്നത്, ഇങ്ങനെ വേണം, വിക്സ് എടുക്കുന്ന പോലെ ഇങ്ങനെ ആക്കാം, ഇല്ലെങ്കിൽ കൈയുടെ ഉള്ളിലേക്ക് കയർത്തേക്കുക. നല്ല ബ്രീത്തിങ്, വളരെ സ്മൂത്ത് ആയിട്ടുള്ള ബ്രീത്തിങ് ആക്കും. വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള സാധനമാണ് ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ കയ്യിൽ വെച്ചാൽ നമ്മളിപ്പോൾ ബ്രീത്തിങ് എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ എടുത്താലും മതി. വളരെ എഫക്റ്റീവ്, ഒരു തരത്തിലുള്ള സൈഡ് എഫക്റ്റോ കാര്യമില്ലാത്ത വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സാധനം. കൈ കൊണ്ടു നടക്കുക, എല്ലാവർക്കും ബാഗിൽ ഇട്ട് നടക്കാൻ പറ്റുന്ന വളരെ ലളിതമായ സാധനം. ഇതിന്റെ പേര് ഞാൻ എഴുതി തരാം, നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്പറും തരാം, നിങ്ങൾക്ക് വിളിച്ച് വാങ്ങിക്കാവുന്നതാണ്. ഞാൻ ഇതെല്ലാം ഇപ്പോൾ മറ്റു കാര്യങ്ങൾ കൂടി 4-5 പ്രൊഡക്റ്റ് ഞാൻ ഉപയോഗിച്ച 4-5. മറ്റൊരു വളരെ രസകരമായ ഒരു പ്രൊഡക്റ്റും കൂടി പറയാനുണ്ട്. ഇത് നമുക്ക് പെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ബാം ഉണ്ട് നമ്മുടെ തലവേദനയ്ക്ക്, അല്ലെ? എല്ലാ തലവേദന ഉള്ളവരുണ്ടല്ലോ ഇവിടെ, അല്ലെ? തലവേദന, വല്ലാത്ത തലവേദന. എനിക്ക് വീട്ടിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ സംഭവിച്ച അപ്പൊ തലവേദന വരില്ല, അല്ലേ ബിജി? എന്തെങ്കിലും ഭർത്താവ് 2 പറഞ്ഞ അപ്പൊ തലവേദന വരുള്ളൂ. അപ്പൊ ബിജിക്ക് ഉപയോഗിക്കാൻ പറ്റിയ സാധനം തലവേദനയ്ക്കുള്ള ബാം, സിമ്പിൾ ആയിട്ടുള്ള ബാം എടുക്കുക, തലവേദനയ്ക്ക് പറ്റില്ല. ഇത് ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. എനിക്ക് ഇവിടെ വീട്ടിൽ നിന്ന് വല്ലാണ്ട് ചൊറിയുമ്പോൾ എനിക്കിത് ഉപയോഗിക്കേണ്ടി വരും. ലളിതമായി പറഞ്ഞ, എല്ലായിടത്തും ലളിതമായി പറഞ്ഞു. പക്ഷെ അവർക്ക് ഉപയോഗിക്കാൻ സമ്മതിക്കില്ല. അപ്പൊ നമ്മൾ ഉപയോഗിച്ച സമാധാനം, ഞാൻ ഉപയോഗിച്ചല്ലോ എന്നാണ്. മറ്റൊരു കാര്യം, നിങ്ങൾ ഒരു മാസം മുമ്പേ ഉള്ള എന്റെ വീഡിയോ ഒന്ന് പോയി കാണണം. ഒരു മാസം മുമ്പേ ഉള്ള വീഡിയോ കാണുമ്പോൾ ഈ കുട്ടപ്പന്റെ മുടി ഇങ്ങനെയാണോ ഉണ്ടായത്, കുറച്ച് എന്തെങ്കിലും മാറ്റം ഉണ്ടായിട്ടുണ്ടോ, ഒരു മാസവും ഇപ്പോഴും കൊണ്ടിട്ട് ഒന്ന് ആലോചിച്ച് നോക്കുക. ഇതിന്റെ രഹസ്യം ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു, ഇതിന്റെ രഹസ്യമാണ്. എനിക്ക് അടുത്ത ലക്ഷ്യം എന്താ അറിയോ? ഇതുപോലെ നീണ്ടു നിൽക്കുന്ന മുടി ഉള്ള ദിനേശ് മുഖത്ത്. ഇത് എനിക്ക് തോന്നുന്നു ഇതിന്റെ ഓണർ ആരെങ്കിലും കേൾക്കുന്നുണ്ട്, ഇതിന്റെ മുതലാളി കേൾക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ഇതിനു വേണ്ടി കുറേ ഇങ്ങനെയുള്ള ബോട്ടിലുകൾ അയച്ചു തരണം എന്നുള്ള പ്രാർത്ഥനയാണ്. ഇന്നും തേച്ചിട്ടാണ് ഇരിക്കുന്നത്. നല്ല അടിപൊളിയായിട്ടുള്ള സ്പ്രേ പോലുള്ള ഒരു മരുന്നാണ്. എണ്ണ നല്ല എണ്ണയാണ്, മുടി വളർച്ചയ്ക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ള എണ്ണ. ഞാൻ ഒട്ടിച്ചത് അവിടെ ഉണ്ട്, പുതിയതാണ്. ഇതും സ്പ്രേ പോലുള്ള സാധനമാണ്. മുടി തലയിലേക്ക് ഞാൻ ഇങ്ങനെ സ്പ്രേ ചെയ്തെടുക്കും, സ്പ്രേ ചെയ്യുക, സുഖമായിട്ട് ഇരിക്കുക. ഇത് എന്തുകൊണ്ട് ഞാൻ ഇപ്പൊ പറഞ്ഞു വെച്ചാൽ മറ്റൊന്നുമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ ആരോഗ്യത്തില് മരുന്നുകൾക്ക്, ഇത്തരം ആയുർവേദിക് മരുന്നുകൾക്ക് ഒരുപാട് പ്രാധാന്യമുണ്ട് എന്ന് പറയാനാണ് വെച്ചത്. മുടി വളർച്ചയൊക്കെ വരിക എന്ന് വെച്ചാൽ മറ്റു ടാബ്ലറ്റ്സ് ഒക്കെ കഴിച്ചിട്ട് മുടി വളർത്താൻ പറ്റില്ലല്ലോ നമുക്ക്, അല്ലെ? മുടി വേണ്ടാന്ന് ആഗ്രഹമുള്ളവരുണ്ട് അവിടെ. എന്നാൽ എല്ലാവർക്കും താങ്ക് യു. മുടി വളരെ നിർബന്ധമാണ്. മുടി സ്റ്റൈലിന്റെ വലിയൊരു കാര്യമാണ്. 10-45 വയസ്സാകുമ്പോൾ മുടി പോവും. പക്ഷെ എനിക്ക് മാത്രം മുടി പോയില്ലല്ലോ എന്ന് പറഞ്ഞ ആൾക്കാരോട് പറയാം, ഇതിന്റെ സീക്രട്ട് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് കേട്ടോ. അതുകൊണ്ട് ആർക്കും ഉപയോഗിക്കാം, സജീവന് ഉപയോഗിക്കാം, സുവർണയ്ക്ക് ഉപയോഗിക്കാം, എല്ലാവർക്കും ഉപയോഗിക്കാം. ഇതിന്റെ പേര് ഡോക്ടർ മുകുന്ദ് എന്നുള്ളതാണ്. ഇത് അവൈലബിൾ. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ തപ്പിയാൽ കിട്ടും. എവിടെ കിട്ടുമെന്ന് എനിക്കറിയില്ല. ഞാൻ ഒരു ഹെൽപ്പ് ചെയ്യാം, ഒരു നമ്പർ തരാം, നിങ്ങൾ അവരെ വിളിച്ചു കഴിഞ്ഞാൽ സാധനം അയച്ചു തരും. അത്രേ എനിക്ക് എളുപ്പത്തിൽ പറയാൻ പറ്റുള്ളൂ. മറ്റത് എവിടെ കിട്ടുമെന്ന് ഞാൻ ചോദിച്ചിട്ടില്ല, അവരാണ് എനിക്ക് അയച്ചു തന്നത്. അപ്പോ പരസ്യമല്ല, ഞാൻ ചെയ്തു തരാം കേട്ടോ. സന്തോഷം. ഞാൻ ഇത്രയും പറഞ്ഞപ്പോ പരസ്യം എന്ന സുനിത ഇവിടെ കണ്ടെത്തിയത് ഇതൊരു പരസ്യമാണ് എന്നാണ്. ഞാൻ ഇത്രയും ക്ലാസ് എടുക്കുന്ന എനിക്ക് പരസ്യം ചെയ്യേണ്ട ആവശ്യം ഉണ്ടോ എന്ന് നോക്കാം. നമുക്ക് ചിലപ്പോൾ കാലം അങ്ങനെ ആക്കിയാൽ നമുക്ക് നോക്കാം. പക്ഷെ ഇപ്പോൾ പരസ്യമല്ല, ഇപ്പൊ ഒരു യാഥാർത്ഥ്യം പറഞ്ഞു. ഞാൻ ഇങ്ങനെ വരുമ്പോൾ മുടിയിലൊക്കെ യാഥാർത്ഥ്യമായി എന്ന് പറഞ്ഞാൽ പരസ്യം നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ ദറ്റ്സ് ഓക്കെ. ഞാൻ അവരോട് ചോദിച്ചിട്ട് കുറച്ചും കൂടി ഇങ്ങനെ പബ്ലിഷ് ചെയ്തിട്ട് കുറച്ച് പൈസയും മേടിക്കാം പരസ്യത്തിന്, കുഴപ്പമില്ല. പരസ്യം നിങ്ങൾ എങ്ങനെ കാണുന്നു അത് എന്നെ സംബന്ധിച്ച വിഷയമല്ല. ഞാൻ അനുഭവിക്കുന്ന കാര്യം, റോൾ ഓൺ ഒക്കെ ഞാൻ അനുഭവിച്ചുകൊണ്ട് അത് പറഞ്ഞു. ഇത് പറഞ്ഞപ്പോൾ കൂടെ പറഞ്ഞു എന്നുള്ളൂ. ഞാൻ എൻ്റെ അവർ നമ്പർ ഉണ്ടോ, മൂന്ന് സാർ ഇവിടെ ഉണ്ടെങ്കിൽ നമ്പർ ഡയറക്റ്റ് പറയാം, ഇല്ലെങ്കിൽ നമ്പർ വേണമെങ്കിൽ ഞാൻ ഈ വീഡിയോന്റെ താഴെ എഴുതി തരാം. എൻ്റെ കയ്യിൽ, എൻ്റെ ഫോണിൽ ഇപ്പോൾ ഉണ്ടോ എന്ന് നോക്കട്ടെ. പക്ഷെ എന്തായാലും ഈ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് വല്ല ഉപകാരം ചെയ്യും. ഞാനും ഇതിന് പ്രൊമോട്ട് ചെയ്യും. ഇപ്പൊ നേരത്തെ സുനിത പറഞ്ഞ പോലെ ഇത് പരസ്യം തന്നെ ചെയ്യും, യാതൊരു ഡൗട്ടും ഇല്ല. കാരണം ഇത് അത്ര കണ്ട് എഫക്റ്റീവ് ആണെന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമുള്ളതുകൊണ്ട് അത് മറ്റുള്ളവർക്കും കൂടി ഗുണകരമായി മാറട്ടെ എന്നുള്ള. ക്യാമറ സ്റ്റഡി ആക്കാൻ ആരുടെ? ഞാൻ ഇത്രയും സ്റ്റഡി ആയിരിക്കുന്ന ക്യാമറയിലല്ലേ ഉള്ളത്. എന്തൊക്കെയാണ് സിന്ധു? ഓക്കെ, നമ്പർ ഞാനിവിടെ എഴുതി അയക്കാം, നിങ്ങൾക്ക് ആവശ്യമുള്ളവർ വിളിച്ചോളൂ കേട്ടോ.
ഓക്കെ, ഇതാണ് എനിക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട. അപ്പോൾ ഞാൻ പറഞ്ഞു സബ്ജക്റ്റ് കം ബാക്ക് ടു സബ്ജക്ട്, നമ്മൾ അതിലേക്ക് പറഞ്ഞപ്പോൾ ഇങ്ങനെ അതിന്റെ കൂടെ പോയി. അപ്പോൾ നമുക്ക് ആരോഗ്യം ഉണ്ടാകുമ്പോൾ നിങ്ങൾ എന്തൊക്കെ ഈ പറയുന്നത്, ഭാവിയിൽ പരസ്യ നായകനായി സാറിനെ കാണാൻ ഭാഗ്യം, തീർച്ചയായിട്ടും നിങ്ങൾ വിളിച്ചോളൂ, ഞാൻ വരാം. എനിക്കൊരു പരസ്യത്തിൽ അഭിനയിക്കുമ്പോൾ 1 കോടി കിട്ടിയ ഞാൻ എന്താ അഭിനയിക്കാത്ത, ഞാൻ അഭിനയിക്കാം, എനിക്കൊരു കുഴപ്പമില്ല. നിങ്ങൾ എന്നെ വെച്ചിട്ട് തന്നെ പരസ്യം എടുത്തോ, എനിക്ക് കോടികൾ തന്നാൽ മതി, റെഡിയാണ്, ഐ ആം ഓൾവേസ് റെഡി. അപ്പൊ അനുവിന് എല്ലാവിധ ആശംസകൾ നേരുന്നു. അനുവിന്റെ പ്രൊഡക്റ്റിന് പരസ്യ നായകനായിട്ട് എന്നെ ഫിക്സ് ചെയ്തതിന് നിങ്ങളുടെ ജീവിതം അത്യുന്നതങ്ങളിൽ എത്തുമാറാവട്ടെ എന്ന് എല്ലാം പ്രാർത്ഥിക്കുന്നു. എന്റെ പരസ്യം ഉണ്ടായാലും ആൾക്കാർ കാണുമല്ലോ അല്ലെ, സന്തോഷം. ഒരു കാര്യമില്ല, 1 കോടിയിൽ കുറഞ്ഞിട്ടുള്ള പരിപാടിയില്ല. 1 കോടി ഉണ്ടോ വന്നോ, 1 കോടിയിൽ കുറഞ്ഞിട്ടുള്ള പരിപാടി നമ്മൾ അഭിനയിക്കും. നമ്പർ 1 നമ്പർ ഇതിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ, അത് ഞാൻ ആ ഇതിൽ ഇട്ടിട്ടുണ്ട്, ചാറ്റിൽ ഇട്ടിട്ടുണ്ട്, 814855. വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം, നിങ്ങൾക്ക് നമ്മുടെ ഗ്രൂപ്പിൽ ഇതിന്റെ ഒരു പോസ്റ്ററും കൂടി ഷെയർ ചെയ്തേക്കാം കേട്ടോ, അപ്പൊ നിങ്ങൾ ഉപയോഗിച്ചോളൂ. അപ്പോ ആരോഗ്യം എന്ന് നമുക്ക് തിരിച്ചിലേക്ക് വരാം. അപ്പോ മറ്റൊരു ഹാപ്പി ന്യൂസും കൂടി നിങ്ങളോട് പറയാനുണ്ട്, അതും കൂടി പറഞ്ഞു പോകണം. നാളെ വൈകുന്നേരം നമ്മളിവിടെ യോഗയുടെ ക്ലാസ്, യോഗയുടെ ഒരു സെഷൻ നിങ്ങൾക്ക് വേണ്ടി സംഘടിപ്പിക്കുന്നുണ്ട്. നാളെ വൈകുന്നേരം രാത്രിത്തെ 8 മണിക്കത്തെ ക്ലാസ് യോഗയുടെ പറ്റിയിട്ടും യോഗയുടെ ഗുണഗണങ്ങളെ പറ്റിയിട്ടും, യോഗ നിങ്ങളുടെ ജീവിതത്തിൽ അത്യാവശ്യമായി ഉണ്ടായിരിക്കേണ്ട കാര്യങ്ങളെ പറ്റിയിട്ട് സംസാരിക്കാനായിട്ട് യോഗയിൽ നല്ല പ്രാവീണ്യമുള്ള വളരെയധികം എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു മാഡം വരുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും ഉണ്ടാവണം. യോഗ ഇനി മുതൽ ഹാപ്പിനെസ് മാസ്റ്ററിയുടെ ഭാഗമായി മാറുകയാണ് യോഗ. അതുകൊണ്ട് നിങ്ങൾ എത്രത്തോളം ആൾക്കാർ ഇൻട്രസ്റ്റ് പ്രകടിപ്പിക്കുന്നത്, അതിന്റെ ചെറിയ യോഗ ഡെയിലി പ്രാക്ടീസ് ആക്കി മാറ്റാനുള്ള ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. മെഡിറ്റേഷൻ ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് യോഗയും കൂടി ചെയ്തിട്ട് മെഡിറ്റേഷൻ ചെയ്യുന്ന രീതിയിലേക്ക് നമ്മൾ ഒരു സ്റ്റെപ്പ് മുന്നോട്ട്. കാരണം പ്രാണായാമയൊക്കെ നമ്മുടെ മെഡിറ്റേഷൻ വളരെ നിർബന്ധം, അത്യാവശ്യമുള്ള കാര്യമാണ്. അത് പറഞ്ഞപ്പോൾ നാളെ മറ്റൊരു സീക്രട്ട് കൂടി പറഞ്ഞുതരാം. ഈ പണവും യോഗയും തമ്മിൽ, പ്രാണായാമവും തമ്മിൽ ഒരു ബന്ധമുണ്ട്. അതൊന്ന് മനസ്സിലാക്കണം. പണം വേണ്ടവന് ഈ പ്രാണായാമത്തിന്റെ പ്രാക്ടീസ്, അത് കുറച്ച് സത്യങ്ങൾ നിങ്ങൾ കുറച്ച് പതുക്കെ ചില ദിവസം ക്ലാസ് പറഞ്ഞു, ഇപ്പൊ പറഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാവില്ല. അത് വളരെ ഇമ്പോർട്ടന്റ്. ആരോഗ്യത്തിന് അപ്പുറത്തേക്ക് പ്രാണായാമയുടെ അതായത് ശ്വാസഗതി നിയന്ത്രണത്തിലൂടെ ആണ് സമ്പത്തിന്റെ ഏറ്റവും അത്യുന്നതമായ അവസ്ഥ എത്തുന്നതെന്ന് ഈ സമ്പന്നരായ ആൾക്കാരും ഈ പ്രാണായാമ കൃത്യമായി പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരുടെ ജീവിതം വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും. ഇത് കുറെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള റിസർച്ചുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്, ഞാനതിനെപ്പറ്റി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ ആൾക്കാരും എടുത്തിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇത് ചെയ്യുന്നവരെങ്ങനെയാണ് ജീവിതത്തിൽ നല്ല നിലയിൽ എത്തിയിട്ടുള്ളത്. ശ്വാസഗതി നിയന്ത്രണം അല്ലെങ്കിൽ ശ്വാസഗതിയുടെ കൃത്യമായ വിനിയോഗം നമ്മുടെ സമ്പത്തിന്റെ ഘടകങ്ങളെ നിയന്ത്രിക്കുന്നു എന്നുള്ള പഠനം. അത് ഒരു ദിവസം ക്ലാസ് ആയിട്ട് തന്നെ എടുക്കാം. പക്ഷെ നാളെ ഇവര് വരുന്നത് പ്രാണായാമയും മറ്റു കാര്യങ്ങളെ പറ്റിയിട്ട് പഠിക്കണം. അവർ ഈ കാര്യത്തെ പറ്റിയിട്ടായിരിക്കും. അവർ എക്സ്പേർട്ട് ആയിട്ടുള്ള വളരെ വെൽ നോൺ എക്സ്പേർട്ട് ആയിട്ടുള്ള യോഗ ടീച്ചറാണ്. അവർ നാളെ ഉണ്ടാവും. നിങ്ങൾ എല്ലാവരും പങ്കെടുക്കണം. അപ്പോ ആരോഗ്യം ഉണ്ടായാൽ എന്താണ് സംഭവിക്കുന്നതെന്നും കൂടി പറഞ്ഞു. ആരോഗ്യം നമുക്ക് ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് പണം ഉണ്ടാവുന്നതിന്റെ ലളിതമായ വ്യക്തിമാരും, ആരോഗ്യമുണ്ടായാൽ നമ്മുടെ ശ്രദ്ധയും ഉത്സാഹവും വർദ്ധിക്കുന്നു എന്ന് നമുക്ക് അറിയണം. ആരോഗ്യം നമുക്ക് ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ കോൺസെൻട്രേഷനും അല്ലെങ്കിൽ ഫോക്കസും നമ്മൾ ഉത്സാഹത്തോടുകൂടി പ്രവർത്തിക്കാൻ പറ്റുന്നത്. അതായത് ആരോഗ്യമുള്ള ശരീരത്തിൽ 4 മണിക്കൂറല്ല, 8 മണിക്കൂറല്ല, 10 മണിക്കൂറല്ല, 15 മണിക്കൂറല്ല ജോലി ചെയ്യാനുള്ള കപ്പാസിറ്റി നമുക്കുണ്ടാവും. കൂടുതൽ ജോലി ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി ആയിട്ടും കൂടുതൽ പണം ഉണ്ടാവും. യാതൊരു തർക്കവും. ഇത് മാജിക് ഒന്നുമല്ലല്ലോ, ഇത് നോർമൽ ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ആരോഗ്യമുള്ള ശരീരത്തിൽ നമുക്ക് ശ്രദ്ധ കൂടും. ലോ ഓഫ് അട്രാക്ഷൻ നിയമം അനുസരിച്ച് പറഞ്ഞാൽ വേർ ദർ ഇസ് എ ഫോക്കസ് ദർ ഇസ് എ റിസൾട്ട്. എവിടെയാണോ നിങ്ങൾ ശ്രദ്ധിക്കുന്നത് അതിൽ നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ റിസൾട്ട് ഉണ്ടാവണമെങ്കിൽ ഫോക്കസ് നിർബന്ധമാണ്. കോൺസെൻട്രേറ്റ് ചെയ്യുന്നതിന് നിങ്ങൾ നിങ്ങളുടെ ബിസിനസ്സിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ബിസിനസ്സിൽ വിജയം ഉണ്ടാവും. നിങ്ങളെ എന്താ പറയാ, ബ്യൂട്ടി പാർലറിൽ കോൺസെൻട്രേറ്റ് ചെയ്താൽ നിങ്ങൾ ബ്യൂട്ടി പാർലറിൽ വിജയം ഉണ്ടാവും. നിങ്ങളുടെ ലോൺ എടുക്കുന്നതിന് കോൺസെൻട്രേറ്റ് ചെയ്താൽ നിങ്ങൾ ലോൺ എടുത്തുകൊണ്ടേയിരിക്കും. നിങ്ങൾ പൈസ തിരിച്ചടക്കുന്നതിനെ പറ്റി ശ്രദ്ധിക്കാതിരുന്നാൽ പൈസ അടവ് നടക്കൂല. അല്ലേ? ഇതെല്ലാം ഒന്ന് തന്നെയല്ലേ, ഒരേപോലെയല്ലേ? ഇതൊക്കെ അല്ലേ അവനവനെ കണക്ട് ചെയ്ത് പറയുമ്പോഴല്ലേ ശരിയാവുള്ളൂ. അപ്പോ ഇത് ആരോഗ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ശ്രദ്ധയും ഉത്സാഹവും ഉണ്ടാകുന്നു. അപ്പോഴോ ഇതുണ്ടായാൽ എക്സസൈസ് ചെയ്യുന്ന നല്ല ആരോഗ്യമുള്ള ശരീരത്തിൽ മാനസിക സമ്മർദ്ദം ഉണ്ടാവില്ല. അയാൾ ഹാപ്പി ആയിരിക്കും, എപ്പോഴും ഹാപ്പി ആയിരിക്കും. മാനസിക സമ്മർദ്ദം ഇല്ലാതിരിക്കുമ്പോൾ ഒബ്വിയസ്ലി ആയിട്ടും പണം നേടാനുള്ള വിവിധമായ മാർഗങ്ങൾ നമ്മളിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. ബിക്കോസ് നമുക്ക് സാധ്യതകളുടെ ലോകം തുറന്നു തരുന്നു. അതുപോലെ തന്നെയാണ് നന്നായിട്ട് ഉറങ്ങാൻ പറ്റും. ഏറ്റവും വലിയ വിഷയം എന്താണ്? ആൾക്കാർക്ക് ഇവിടെ വരുന്നതിന് മുമ്പ് ഉറക്കമില്ല.
ഇല്ല, എത്ര പേര് പറഞ്ഞു സുഖമായിട്ടൊന്ന് ഉറങ്ങിയാൽ മതിയായിരുന്നു സാറേ, അല്ലേ? 4 ദിവസം ഇരുന്നിട്ട് നിങ്ങൾ നിന്ന നിപ്പത്തിൽ ഒരു 10 ജമ്പ് ചെയ്തോളൂ. അത്രയും ലളിതമായി പറയാം. നിങ്ങൾ ഇപ്പോൾ ഇത് എഴുന്നേറ്റ് നിന്നിട്ട് ഉറക്കമില്ലേ, ഉറക്കം വളരെ കുറവാണോ, നിങ്ങളൊരു 10 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് നന്നായിട്ടൊന്ന് എക്സസൈസ് ചെയ്യൂ. എന്നിട്ട് ഉറക്കം വരുന്നില്ലെങ്കിൽ വാ, പറയാം, അതിന് പിന്നെ വേറെ മരുന്ന് തരാം. ഇത് നടത്തിയാൽ മാത്രം മതി. എക്സസൈസ് അത്രയും നിർബന്ധം. അലർജിയും തുമ്മൽ മാറാൻ എന്തെങ്കിലും മാർഗമുണ്ടോ സാറേ എന്ന് ചോദിച്ചാൽ ഒറ്റ കാര്യം പറയാം. നിങ്ങൾ ഇങ്ങനെ ഈ മുഖത്തോട്ട് നോക്കൂ. ഈ മുഖത്ത് നിന്നും ഈ ഈ ഈ വ്യക്തിയിൽ നിന്നും പൂർണ്ണമായിട്ട് തുമ്മലും അലർജിയും മാറിയത് ഞാൻ പറഞ്ഞില്ലേ. ഞാൻ ഒരു ദിവസം അലർജിക്ക് വേണ്ടി 4 ടാബ്ലറ്റ്സ് വരെ കഴിച്ച ഒരാളാണ്. കംപ്ലീറ്റ് ആയിട്ട് എനിക്ക് മാറിയിട്ടുണ്ട് അലർജി. തുമ്മൽ അലർജിയും രണ്ടും ഒന്ന് തന്നെയാണ്. അലർജി ഉണ്ടാകുമ്പോൾ തുമ്മൽ ഉണ്ടാകുന്നു. ഒരു ദിവസം 4 ടാബ്ലറ്റ്സ്, ഒരു ടാബ്ലറ്റ്സിന്റെ 30 30 ടാബ്ലറ്റ്സിന്റെ ഇവിടുത്തെ പ്രൈസ് ആയിരുന്നു 63 ദിർഹംസ്. അതായത് 1280 രൂപ കൊടുത്താൽ ഒരു മാസത്തെ ടാബ്ലറ്റ്സ് കിട്ടും. അത്രയും അല്ല സോറി, 10 ദിവസത്തെ ടാബ്ലറ്റ്സിന് 1250 രൂപ കൊടുക്കണം. അത്രയും ഉണ്ടായിരുന്നു. അപ്പൊ അതെല്ലാം നിർത്തി ഒരു മെഡിസിൻ കഴിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഞാനത് റിക്കവർ ചെയ്ത് രണ്ട് പ്രക്രിയകളിലൂടെ കടന്നു പോയപ്പോഴാണ് ഒന്ന് എക്സസൈസും രണ്ടാമത്തത് മെഡിറ്റേഷനും. ഇത് രണ്ടും കൃത്യമായി ചെയ്യുമ്പോൾ അത് വളരെ കൃത്യമായി മാറിയിട്ടുണ്ട്. ഇപ്പോഴും ചെയ്യാതിരുന്ന വീണ്ടും വരും, ഒരാഴ്ച ചെയ്യാതിരുന്ന വീണ്ടും ഒബ്വിയസ്ലി. അടിശുദ്ധി പ്രാണായാമയൊക്കെ അതിന്റെ ഭാഗമാണ്. ഇതെല്ലാം കൃത്യമായി അലർജി മാറാൻ ഏറ്റവും ഇത് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്, അല്ല എക്സസൈസ് എന്ന് പറയുന്നത്, ഈ ബ്രീത്തിങ് ശരിയായാൽ മതി, ഇതായിട്ട് പോകും. അപ്പോ നല്ല ഉറക്കം ഇതിന് വളരെ പ്രാധാന്യമുള്ളതാണ്. അപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ ആരോഗ്യം ശീലമാക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾ പറയാനുള്ളത്. ഏറ്റവും ലളിതമായി ആരോഗ്യത്തോടെയുള്ള ജീവിതം, അത് ഭക്ഷണത്തിലായിക്കഴിഞ്ഞാലോ നമ്മുടെ എക്സസൈസിലായിക്കഴിഞ്ഞാൽ എല്ലാ ഭാഗത്തും പരിഗണിച്ചുകൊണ്ട് നമ്മൾ ജെനിറ്റീവ് ഹാപ്പിനെസ് കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. ആരോഗ്യം ഏതൊക്കെ മേഖലയിൽ എന്തൊക്കെയാണെന്ന് കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. അത് ഞാൻ ഇവിടെ പഠിപ്പിച്ചിട്ടാകുമ്പോൾ അവർ പൈസ തന്നവർക്കുള്ള നീതി പുലർത്തണ്ടേ? ഞാൻ പൈസ തരാത്തടുത്ത് പഠിപ്പിച്ചാൽ പൈസ തന്നവർക്ക് പഠിപ്പിക്കുന്നത് നീതി പുലർത്തണ്ടേ? അതുകൊണ്ട് കൃത്യമായി അവിടെ പഠിപ്പിക്കുന്നുണ്ട്. കൂടുതൽ പഠിക്കാനായിട്ട് കയറി വരും മക്കളെ ജെനിറ്റീവ് ഹാപ്പിനെസ്സിലേക്ക്, അല്ലെ? ലളിതമായി കോഴ്സും കൂടി വിറ്റ് തന്നു, ബിസിനസ് നടത്തി, അല്ലെ? ഇത് പറഞ്ഞു തന്നെ ബിസിനസ്സും നടന്നില്ലേ? നേരത്തെ പറഞ്ഞ ഇതൊരു പരസ്യമായില്ല. എന്റെ ഈ എടുത്ത ക്ലാസ് എല്ലാം എന്റെ ജേർണി ഹാപ്പിനെസ്സിന്റെ പരസ്യമായിട്ട് നിങ്ങൾ ഏറ്റെടുത്തോളൂ. അവിടേക്ക് കയറി വരും, ക്ലാസ് എടുക്കാം കേട്ടോ. ഇല്ല, അപ്പോൾ ശക്തമായ ഒരു ശരീരം ഉണ്ടായാൽ ശക്തമായ ഒരു മനസ്സും ഉണ്ടാവാം. മുടി വളർത്താനുള്ള മാർഗം പറഞ്ഞു തരും. ഇതല്ലേ ഞാൻ പറഞ്ഞത്. എന്റെ മുടി വളർന്നിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞില്ല. ഇതൊന്നും കേട്ടില്ലേ ശ്വേത? മുടി വളർത്താനുള്ള മരുന്ന് മാർഗമായി പറഞ്ഞാൽ വാങ്ങിച്ചോളൂ. മുടിക്കുള്ള മരുന്ന് ഇതാ കിടക്കണം, ഇപ്പൊ തന്നെ ഓർഡർ ചെയ്തോ. മുടി വളർന്നിരിക്കും, എന്താ പറയാ, മുടി എങ്ങനെ ഒരു പന പോലെ വളർന്നിരിക്കും, അല്ലെ? അങ്ങനെ എന്തോ വാക്കുണ്ടല്ലോ. അതുപോലെ വേണ്ടവർ ഓർഡർ ചെയ്തോളൂ കേട്ടോ. 15 വർഷമായി ഡിപ്രഷൻ മരുന്ന് കഴിച്ചെന്ന് യോഗ ചെയ്യാൻ തുടങ്ങിയപ്പോൾ മരുന്ന് കറക്റ്റ്. യെസ്, ഡിപ്രഷൻ യോഗ ചെയ്യുമ്പോൾ അതൊക്കെ മാറും. അപ്പൊ ആരോഗ്യം വളരെ കൃത്യമാണ്. പറഞ്ഞു, ശക്തമായ ശരീരം ശക്തമായ മനസ്സ്, ഇതായിക്കട്ടെ നിങ്ങളുടെ മുദ്രാവാക്യം. ശക്തമായ ശരീരമുണ്ടായാൽ ശക്തമായ മനസ്സുണ്ടാക്കാൻ പറ്റും. ഇതാവട്ടെ നിങ്ങളുടെ ഇനിയുള്ള ഉദ്ദേശം എന്ന് മാത്രം ഓർമ്മിച്ചുകൊണ്ട് ഇന്നത്തെ സെഷൻസ് ഇവിടെ അവസാനിപ്പിക്കുന്നു. താങ്ക് യു വെരി മച്ച്. അപ്പോൾ എല്ലാവർക്കും കൂടുതൽ കൂടുതൽ നന്മകൾ ഉണ്ടാവട്ടെ എന്ന്. താങ്ക് യു വെരി മച്ച്. ആർക്കെങ്കിലും എന്ത് സംസാരിക്കാനുണ്ടോ? നാളെ വൈകിട്ട് എല്ലാവരും യോഗയിൽ കയറിക്കൊള്ളണം. എന്റെ മാനം കാക്കണേ. പുതിയൊരു ഗസ്റ്റാണ് വരുന്നത്. നാളെ 500 പേരെങ്കിലും ഉണ്ടാവണം. നിങ്ങളുടെ പരിചയമുള്ള ആൾക്കൊക്കെ അയച്ചു കൊടുക്കണം നാളത്തെ ലിങ്ക്. കാരണം നിങ്ങളാണ് എന്റെ മാനവും മര്യാദയും കീപ്പ് ചെയ്യണം. ഒരു ഗസ്റ്റ് വരുന്ന സമയത്ത് അയ്യോ ദിനേശ് സാറിന്റെ ക്ലാസ്സിൽ ഇത്രയേ ഉള്ളൂ എന്ന് പറയുന്ന അവസ്ഥ ആക്കരുത് കേട്ടോ. അല്ലെ? നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ ഇഷ്ടമാണല്ലോ. എന്റെ പേരും പ്രശസ്തിയൊക്കെ കൂടി വരണം എന്ന് ആഗ്രഹിക്കുന്നവരല്ലേ നിങ്ങളെല്ലാവരും? ആയിരിക്കും. അപ്പോൾ ആയിരിക്കുമെങ്കിൽ നിങ്ങൾ അതിനുവേണ്ടി എല്ലാവരും വരിക. യൂട്യൂബ് ചാനൽ കാണുന്നവരോട് എല്ലാം പറയും, നിങ്ങൾക്ക് വേണമെങ്കിൽ നാളത്തെ സെഷനിൽ, നിങ്ങളിപ്പോൾ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലൊന്നും ഇല്ലെങ്കിൽ നാളത്തെ സെഷനിൽ കയറി വരാൻ അതിന്റെ ലിങ്ക് നേരത്തെ ഞങ്ങൾ പോസ്റ്റ് ആയിട്ട് ഇട്ടേക്കാം. അതിൽ കയറി വരാം കേട്ടോ. നാളെ വൈകിട്ട് 8 മണിക്ക്. താങ്ക് യു. ആർക്കും എന്താ സംസാരിക്കണ്ടോ എന്ന് പറഞ്ഞു.